സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. വാസുദേവോഹമന്ധ ശ്രീവാസുദേവേതി കീർത്തയൻ. വാസുദേവസമം സാക്ഷാത് വാസുദേവ ഗുരും ഭജേ. വാസുദേവപരാവേദാ വാസുദേവപരാമഖാഃ. വാസുദേവപരം ജ്ഞാനം വാസുദേവപരോ മുഖ. വാസുദേവപരോ ധർമ്മോ വാസുദേവപരാഗതി. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അത്രാനുവർണ്യതേ ഭീക്ഷ്ണം വിശ്വാത്മാ ഭഗവാൻ ഹരി. യസ്യ പ്രസാദയോ ബ്രഹ്മാ രുദ്ര ക്രോധസമുദ്ഭവ. ത്വം തു രാജൻ മരിഷ്യേതി പശുബുദ്ധിമിമാം ജഹി. ന ജാതഃ പ്രാഗഭൂതോദ്യ ദേഹവത്വം ന നങ്ക്ഷ്യസി. ന ഭവിഷ്യസി ഭൂത്വാ ത്വം പുത്രപൗത്രാദിരൂപവാൻ. ബീജാങ്കുരവത് ദേഹാദേ വ്യതിരിക്തോ യഥാ അനലഃ. സ്വപ്നേ യഥാ ശിരച്ഛേദം പഞ്ചത്വാദ്യാത്മനഃ സ്വയം. യസ്മാൽ പശ്യതി ദേഹസ്യ തത ആത്മാ ഹ്യജോമരഃ. ഘടേ ഭിന്നേ യഥാകാശ ആകാശസ്യാത് യഥാ പുരാ. ഏവം ദേഹേ മൃതേ ജീവോ ബ്രഹ്മ സമ്പദ്യത്തെ പുനഃ. മനഃസൃജതി വൈ ദേഹാൻ ഗുണാൻ കർമാണി ചാത്മന. തന്മനഃസൃജതേ മായാ തതോ ജീവസ്യ സംസൃതി. സ്നേഹാധിഷ്ഠാനവർത്യഗ്നിസംയോഗോ യാവദീയത്തെ തതോ ദീപസ്യ ദീപത്വം. ഏവം ദേഹകൃതോ ഭവ രജസത്വതമൂർത്യാ യായതേഥ വിനശ്യതി. ന തത്രാത്മാ സ്വയം ജ്യോതി യോ വ്യക്താവ്യക്തയോ പരഃ. ആകാശ ഇവ ചാധാരോ ധ്രുവോ നന്ദോപമസ്തതഃ. ഏവം ആത്മാനം ആത്മസ്ഥം ആത്മനൈവാമൃഷ പ്രഭോ ബുദ്ധ്യാ അനുമാനഗർഭിണ്യാ. വാസുദേവാനുചിന്തയാ ചോദിതോ വിപ്രവാക്യേന. ന ത്വാം ധക്ഷ്യതി തക്ഷകാഃ മൃത്യവോ നോപധക്ഷ്യന്തി. മൃത്യൂനാം മൃത്യും ഈശ്വരം. അഹം ബ്രഹ്മ പരം ധാമ ബ്രഹ്മാഹം പരമം പദം. അഹം ബ്രഹ്മ പരം ധാമ ബ്രഹ്മാഹം പരമം പദം. അഹം ബ്രഹ്മ പരം ധാമ ബ്രഹ്മാഹം പരമം പദം. ഏവം സമീക്ഷന്നാത്മാനം ആത്മനൈവാമൃഷ പ്രഭോ. ഏവം സമീക്ഷന്നാത്മാനമാത്മന്യാധായ നിഷ്കളേ. ദശന്തം തക്ഷകം പാദേ ലേലിഹാനം വിഷാനനൈഃ. ന ദ്രക്ഷ്യസി ശരീരം ച വിശ്വം ച പൃഥക്. ആത്മനഃ ഏതത്തേ കഥിതം താത യഥാത്മാ പൃഷ്ടവാൻ നൃപ. ഹരേർവിശ്വാത്മനശ്ചേഷ്ടാം കിം ഭൂയ ശ്രോതുമിച്ഛസി. ഹരേർവിശ്വാത്മനശ്ചേഷ്ടാം കിം ഭൂയ ശ്രോതുമിച്ഛസി. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ ദ്വാദശേ ബ്രഹ്മോപദേശോ നാമ പഞ്ചമോധ്യായ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. വാസുദേവപരമാണ് ശ്രീമദ് ഭാഗവതം. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ദ്വാദശാക്ഷര മന്ത്രത്തിൻ്റെ വിശദീകരണമാണ് ശ്രീമദ് ഭാഗവതം. ഭഗവാൻ വാസുദേവ
വസ്തു കീർത്യതേത്ര സനാതന എന്ന് വേദവ്യാസൻ സത്യപ്രതിജ്ഞ എടുത്തു പറഞ്ഞ ഭാരതത്തിൽ പോലും, മഹാഭാരതത്തിൽ പോലും നതഥാ വാസുദേവസ്യ മഹിമ ഹ്യനുവർണിത എന്ന് നിശിതമായി വിമർശിച്ചു നാരദൻ വ്യാസനെ. അപ്പോ വ്യാസൻ നാരദോപദേശമനുസരിച്ച് വാസുദേവനെ പറ്റി മാത്രം പറയുന്ന ഒരു പുതിയ ഗ്രന്ഥം എഴുതിയതാണ്. ഏവം ആത്മാനം ആത്മസ്ഥം ആത്മനൈവാമൃഷ പ്രഭോ ബുദ്ധ്യാനുമാനഗർഭിണ്യാ വാസുദേവാനുചിന്തയാ. അനുമാനഗർഭിണ്യാ വാസുദേവാനുചിന്തയാ. ആത്മാനം ആത്മസ്ഥം അനുമാനഗർഭിണ്യാ ബുദ്ധ്യ ആത്മനൈവ ആമൃഷ. ഇതാണ് നാരദനിൽ നിന്നും വേദവ്യാസന് കിട്ടിയ ഉപദേശം. അതാണ് വേദവ്യാസൻ ഭാഗവതത്തിലൂടെ വലുതാക്കിയത്. ത്വമാത്മന ആത്മാനമവേഹി നാരദൻ. അത് 18,000 ഗ്രന്ഥം, 14,000-ലധികം ശ്ലോകം, 335 അധ്യായം ഇതിലൂടെ വേദവ്യാസൻ പൂർത്തീകരിച്ചു, പൂർണ്ണത നേടി. ഇനി വേദവ്യാസന് ധൈര്യമായിട്ട് പറയാം, ഭഗവാൻ വാസുദേവസ്തു കീർത്യതേത്ര സനാതന. നാരദ മഹർഷേ പരിശോധിച്ചോളൂ. വാസുദേവപരാ വേദ, വാസുദേവപരാ മഖ, വാസുദേവപരാ യോഗ, വാസുദേവപരാ ക്രിയ, വാസുദേവപരം ജ്ഞാനം, വാസുദേവപരം തപ, വാസുദേവപരോ ധർമ്മോ, വാസുദേവപരാ ഗതി. ഭഗവാൻ വാസുദേവസ്തു കീർത്യതേത്ര സനാതന. നോക്കൂ, ശ്രീമദ് ഭാഗവതം അവിടുന്ന് പറഞ്ഞ പോലെ വാസുദേവ അനുചിന്ത കൊണ്ട് അനുമാനഗർഭിണ്യാ വാസുദേവ അനുചിന്തയാ ബുദ്ധ്യ ആത്മനൈവ ആത്മസ്ഥം ആത്മനൈവാമൃഷ. ആത്മസ്ഥനായ ആത്മചൈതന്യത്തെ, ശ്രീവാസുദേവനെ വേണ്ട പോലെ ഞാൻ പറഞ്ഞു എന്ന കൃതാർത്ഥത എനിക്കുണ്ട്. അവിടുന്ന് പരിശോധിച്ചോളൂ. നാരദൻ അടിമുടി പരിശോധിച്ച് അംഗീകരിച്ചു. ഇനി ഇത് ഒരാൾക്ക് കൊടുക്കണം. ആർക്കാ കൊടുക്കുക? അതുപോലെ വാസുദേവ അനുചിന്ത കൊണ്ട്, അനുമാനഗർഭിണിയായ വാസുദേവ അനുചിന്ത കൊണ്ട്, വാസുദേവ ചിന്ത പോരാ, വാസുദേവ അനുചിന്തയാ. ഓരോ വാക്കും ഓരോ അക്ഷരവും വളരെ എന്താ പറയുക, സ്ഫുടം ചെയ്തെടുത്ത് പറഞ്ഞതാണ്. അപ്പൊ വാസുദേവ അനുചിന്ത കൊണ്ട് പൂർണ്ണത കന്ന ഒരാൾക്ക് വേണ്ടേ കൊടുക്കാൻ? 17 പുരാണങ്ങൾ നിർത്തിവെച്ച് തയ്യാറാക്കിയിട്ടും ഒരാള് അത് വന്ന് മേടിക്കണില്ല. അതായിരുന്നല്ലോ വേദവ്യാസന്റെ ശോകം. ശ്ലോകത്വമാകത. വാൽമീകിയുടെ ശോകത്തെ ശ്ലോകമാക്കിയത് നാരദന, അഥവാ പ്രേരിപ്പിച്ചത്. അതുപോലെ വ്യാസന്റെ ശോകത്തെ ശ്ലോകമാക്കാൻ നാരദൻ പ്രേരിപ്പിച്ചു. കാരണം വ്യാസന്റെ 17 പുരാണങ്ങളും മഹാഭാരതം എന്ന ഇതിഹാസവും വേദങ്ങളും വേദാർത്ഥ ചിന്തകളും ബ്രഹ്മസൂത്രാദികളും ആരും സ്വീകരിക്കണില്ല. കലിയുഗത്തിലെ ജനങ്ങളൊക്കെ ഇതൊന്നും വേണ്ട പോൽ, ആർക്കും വേണ്ടാണ്ടായ കുറേ സാധനങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, വേണമെങ്കിൽ കൊണ്ടുപോവാ എന്ന് പറഞ്ഞാൽ ആരാ കൊണ്ടുപോവാ? നമ്മളാണെങ്കിൽ ഇന്നിപ്പോൾ അങ്ങനെയുണ്ട് കേട്ടോ പലതും. പക്ഷെ ഇതൊന്നുമില്ല. പേപ്പറിൽ പരസ്യമില്ലേ, നമ്മളെന്നും കാണുന്നില്ലേ? ടി വിയിൽ പേപ്പറിൽ സെയിൽസ് എന്നങ്ങടെ ബോർഡ് എഴുതി വെച്ചാൽ 60%, 50%, 90% ഒക്കെ വില കുറച്ച് വെക്കും എന്ന് കേട്ടാൽ എത്ര ആളുകളാ തിക്കി തിരക്കി അവിടേക്ക് ചെല്ലുക. ആർക്കും വേണ്ടാണ്ടായ കുറേ സാധനങ്ങൾ ഇവിടെ കൊടുക്കുന്നുണ്ട്, വേണമെങ്കിൽ വന്ന് മേടിക്കാം എന്നാണ്. അതിൻ്റെ ഒപ്പം ഒന്നിൻ്റെ ഒപ്പം വേറെ കുറേ സാധനങ്ങളും, ഒന്ന് മേടിച്ചാൽ 2 കിട്ടും. ഇങ്ങനെയാണ് സകലത്തും അതിൻ്റെ പിന്നാലെയല്ലേ പോണം. ഭാഗവത്തിൽ പറയണില്ലേ, പരസ്യത്തിൻ്റെ ആ കേമത്തം കൊണ്ട് ബ്രഹ്മഹത്യ വിൽക്കണു ദേവേന്ദ്രൻ സൗജന്യമായിട്ട്. സെയിൽസ് സെയിൽസ് സെയിൽസ്, ബ്രഹ്മഹത്യ. ഇത് കേട്ടപ്പോൾ അനവധി ആൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഓടിച്ചെന്നില്ലേ? സ്ത്രീ, മരങ്ങള്, അതേപോലെ വെള്ളം, ഭൂമി. ഭൂമ്യംബു ദ്രുമ യോഷിഭ്യ ചതുർധാ വ്യഭജത് ധരി ഭൂമി തുരീയം ജഗ്രാഹ ഘാതപൂരവരേണവൈ ഈരണം ബ്രഹ്മഹത്യായ ഭൂമവും പ്രദൃശ്യതേ. ഇങ്ങനെ തുര്യച്ഛേദവരേണ ആപസ്തുരീയം ഗൃഹം മരം. എല്ലാവരും
സൗജന്യമായിട്ട് കിട്ടണമെന്ന് കേട്ടപ്പോൾ ബ്രഹ്മഹത്യ വരെ മേടിച്ചു എന്നർത്ഥം. മഹാപാപം. അപ്പൊ നല്ല കാര്യങ്ങൾ ആരും മേടിക്കില്ല. വേദവ്യാസൻ അനവധി സാധനങ്ങൾ ഇതാ അവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പരോപകാര പുണ്യായ പാപായ പരവീടനം എന്ന രീതിയിൽ പരോപകാരപ്രദമായിട്ട് 17 പുരാണങ്ങളിലും 18 പുരാണങ്ങളിലും വേദങ്ങളിലും ശാസ്ത്രങ്ങളിലും വ്യാസൻ ഞാൻ ഒന്നേ പറഞ്ഞിട്ടുള്ളൂ, പരോപകാര പുണ്യായ. 18 പുരാണേഷു. ആർക്കും വേണ്ടേ? ആർക്കും വേണ്ട. ആർക്ക് വേണം ഈ പരോപകാരം? നമുക്ക് പരപീഡനത്തിൻ്റെ ആളുകളാ നമ്മൾ പേപ്പറിൽ വായിക്കണില്ലേ. അങ്ങോട്ടൊന്നും നമ്മുടെ മനസ്സ് പോവാതിരിക്കട്ടെ. ഇവിടെ ഇരുന്നുകൊണ്ട് അവിടുന്നൊക്കെ നമ്മൾ പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന് വെച്ചിരിക്കുക ഭാഗവതത്തിൻ്റെ മുമ്പിൽ. എന്നിട്ടും അനാവശ്യമായിട്ട് ചിന്തകൾ അങ്ങോട്ട് പോയാലോ? അതാണ് അനുമാനഗർഭിണ്യ വാസുദേവ അനുചിന്തയ. എവിടേക്ക് പോയാലും തിരിച്ചു ഇവിടെ വരണം. വാസുദേവൻ വാസുദേവൻ വാസുദേവൻ, ആത്മചൈതന്യം വാസുദേവൻ. മനസ്സേ പതറരുത്, പറന്നു പോവരുത്, ഇവിടേക്ക് വാ. അങ്ങനെ ഒരാൾ വന്നു വേദവ്യാസന്റെ അടുത്തേക്ക്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായന വിരഹകാതര ആജുഹാവപുത്രേതി തന്മയതയാ തരവോഭിനേതു തം സർവഭൂതഹൃദയം മുനിം ആനതോസ്മി. സർവഭൂതഹൃദയനായ ഒരു മുനി മിണ്ടാറില്ല. അച്ഛൻ ഉണ്ണി ശുഗാ, ഉണ്ണി പുത്ര ശുഗാ എന്ന് എത്ര ഉള്ളു തട്ട് വിളിച്ചാലും മുനി, ആ മുനി എന്താ അച്ഛാ എന്ന് വിളി കേൾക്കില്ല. നമ്മളാണെങ്കിൽ പറയില്ലേ, നിനക്കെന്താവും നീ വിളി കേട്ടാന്ന് ചോദിക്കില്ലേ? വേദവ്യാസം വിചാരിക്കും എന്താ ചെയ്യുക, എൻ്റെ മുനിയായ മകൻ എൻ്റെ ഹൃദയക്കൂട്ടിൽ നിന്ന് പറന്നു പോയിട്ട് തിരിച്ചു വരണില്ലല്ലോ. എങ്ങടാ പോയത്? നഭപ്പതന്ത്യ ആത്മസമം പതൃണതഥാസമം വിഷ്ണുഗതി. വിവശ്ചിത്തായ ആ ശ്രീശുകൻ പരീക്ഷത്തിൻ്റെ അടുത്തേക്ക് വേണ്ടി മാത്രമാണ് പറന്നു വന്നത്. ഹൃദയത്തിൽ നിന്ന് പറന്നുപോയ തൻ്റെ കിളിയെ, ശുഖബ്രഹ്മത്തെ, തൻ്റെ കൂട്ടിലെ കിളിയെ വേദവ്യാസം വിളിക്കാതിരിക്കുമോ? പുത്രേതി. അപ്പൊ എന്തായി? വാസുദേവ ആനുചിന്ത ഉള്ള ആ ആത്മചൈതന്യ സ്വരൂപൻ വിളി കേട്ടു. എങ്ങനെ? മൗനിയായിട്ട് എങ്ങനെ ഈ വിളി കേൾക്കണത്? അതാണ് മൗനമായിട്ട് നമ്മളെ ഉപദേശിക്കണു പ്രപഞ്ചത്തിലെ വസ്തുക്കൾ എന്ന് ദത്താത്രേയൻ കണ്ടുപിടിച്ചില്ലേ? ഭഗവത്തിൽ പറയണില്ലേ, പർവ്വതം എന്നോട് ഇങ്ങനെ ഉപദേശിച്ചു, പുഴ എന്നോട് ഇങ്ങനെ ഉപദേശിച്ചു, ഭൂമി എന്നോട് ഇങ്ങനെ ഉപദേശിച്ചു, സൂര്യൻ എന്നോട് ഇങ്ങനെ ഉപദേശിച്ചു, ചന്ദ്രൻ എന്നോട് ഇങ്ങനെ ഉപദേശിച്ചു, പൃഥ്വി വായു ആകാശം ആപോക്തി ചന്ദ്രമാ രവി കപോത അജഗര സിന്ധു പതംഗ മധുകൃ ഗജഹ മധുഹ ഹരിണ മീന പിങ്കള കുരര അർഭക കുമാരി ശരകൃ സർപ്പ ഉർണനാഭ സുവേശകൃ. ഏതേ ഈ 24 ഗുരുക്കന്മാരും അവരുടെ ഭാഷയിൽ എന്നോട് എപ്പോഴും ഉപദേശിച്ചു കൊണ്ടേയിരിക്കണു. അത് ഞാൻ അങ്ങനെ ഡൗൺലോഡ് ചെയ്ത് റെക്കോർഡ് വെച്ച് ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ്. നമ്മൾ പറയില്ലേ, ഇതിപ്പോൾ ഞങ്ങൾ കാണില്ലേ? എന്ത് ഈ പറഞ്ഞ 24 സാധനങ്ങളും നമ്മുടെ ചുറ്റുമുണ്ടായ ഈ ഗുരുനാഥന്മാരിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് നമ്മൾ പഠിക്കുന്നുണ്ടോ? നമുക്കത് വശോ? അതാണ് സജ്ജനങ്ങള്, വിപശ്ചിത്തുക്കള് മേലോട്ട് പറക്കണത് കൂടുതൽ 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 ദൂരം കാണാൻ വേണ്ടിയാണ്. അവർ ഉയരും തോറും കൂടുതൽ വാസ്റ്റായിട്ട് വിപുലമായിട്ട് ചിന്തിക്കും, കാണും, കേൾക്കും, ഉൾക്കൊള്ളും. നമ്മളോ എത്ര ഉയർന്നാലും നമ്മുടെ വട്ടുള്ള ഗൃഹാന്ധകൂപേ പൊട്ടക്കിണറുകൾ വീണ് കിടക്കുക. അവിടെയാണ് സാക്ഷാൽ ആത്മപാദം ഗൃഹമന്ധകൂപം എന്ന് സാക്ഷാൽ പ്രഹ്ലാദൻ ചൂണ്ടിക്കാണിച്ചത്. എത്ര മഹാകങ്കേമനം, സ്വർഗലോകം, സത്യലോകം, ബ്രഹ്മലോകം, വൈകുണ്ഠലോകം വരെ കീഴ്പ്പെടുത്തി ഞാൻ എന്ന് പറയണ ഹിരണ്യകശിപുവിനോട് പറഞ്ഞില്ലേ? എന്നിട്ടോ അച്ഛാ ആത്മപാദം ഗൃഹമന്ധകൂപം അല്ലേ? അച്ഛൻ വട്ടുള്ള പൊട്ടക്കിണറിൽ വീണ് കിടക്കുക. അപ്പൊ വിവേകാനന്ദൻ ചൂണ്ടിക്കാണിച്ചു തന്നൂലോ, വിദേശത്തൊക്കെ അദ്ദേഹം പ്രസംഗിച്ചത് അതാ. അവനവൻ സ്വയം പൊട്ടക്കിണറിൽ വീണ് ഇതാണ് എൻ്റെ ലോകം എന്ന് വിചാരിക്കുന്നു. കൂപമണ്ഡൂക ന്യായം എന്ന് പറയും. അപ്പൊ ഈ കൂപമണ്ഡൂക ന്യായമാണ് നമ്മളെപ്പോലെയുള്ള വിപശ്ചിത്തുക്കളൊക്കെ വിദ്വാൻമാർക്ക്, പണ്ഡിതന്മാർക്ക് ഉള്ളത്. വാസ്റ്റായിട്ട്, വിശദമായിട്ട്, വിപുലമായിട്ട്
ആകാശത്തിലൂടെ പറന്നു നടക്കുന്നവരെ പോലെ ചിന്തിക്കാൻ വശല്ല. അതിൽ നിന്നും വ്യത്യസ്തനായ ഒരാളാണ് നാരദൻ, വ്യാസൻ. ഇപ്പോൾ വ്യാസന്റെ ഹൃദയക്കൂട് വിട്ടു പറന്നുപോയ ശുകൻ. പ്രവ്രജന്തം അനുപേതം അപേതകൃത്യം. അദ്ദേഹം വാസുദേവാനുചിന്ത ഉള്ള ആളായതുകൊണ്ട് അനുമാനഗർഭിണിയായ ബുദ്ധിയുള്ളത് കൊണ്ട് പറന്നു പറന്നു പറന്ന് വാനമേ ഗഗനമേ വ്യോമമേ സുരസിദ്ധസ്ഥാനമേ വിഹായസ്സേ നഭസ്സേ നമസ്കാരം എന്ന് പറന്നു പറന്ന് തിരിച്ച് വാസുദേവാനുചിന്തയിലിരിക്കുന്ന വ്യാസന്റെ കാക്കൽ വന്ന് വീണ് നമസ്കരിച്ചു. കിളികള് അനവധി കൂട്ടുന്ന് നിരത്തിയിട്ടാലും കൂട്ടുന്ന് ഇറങ്ങി വന്നാൽ ഒരെണ്ണം കൊത്തിയെടുത്ത് യജമാനന്റെ കൈ കൊടുത്ത് കൂട്ടിലേക്ക് പോണ പോലെ 18 പുരാണങ്ങളിൽ നിന്ന് ഭാഗവതം മാത്രം കൊത്തിയെടുത്ത് ഈ ശുകൻ അച്ഛൻ്റെ കൈ കൊണ്ടുവന്ന് കൊടുത്തു. അച്ഛാ, ഇതെനിക്ക് പറഞ്ഞു തരൂ. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവപുത്രേതി. അപ്പോ ആ പുത്രന്റെ വാസുദേവാനുചിന്ത ഉള്ള അനുമാന ഗർഭിണിയായ ബുദ്ധി മകൻ അച്ഛൻ്റെ അടുത്ത് വന്ന് യാചിച്ചു. ഭാഗവതത്തിന് മഹ്യം പുത്രായ ശാന്തായ പരം ഗുഹ്യമിതം ജഗോ. അതിഗുഹ്യമായ ഭാഗവത തത്വം ആ തത്വസമീക്ഷാ യജ്ഞത്തിൽ വെച്ച് വേദവ്യാസൻ തൻ്റെ പുത്രന് ഉപദേശിച്ചു. അത് ശ്രീശുകൻ പരീക്ഷത്തിന്റെ മുൻപിൽ ഭാഗവതത്തിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അന്ന് എനിക്ക് തോന്നി, മഹ്യം പുത്രായ, ഞാൻ എൻ്റെ അച്ഛൻ്റെ മകനാണ് എന്ന് എനിക്ക് തോന്നിയ ഒരു നിമിഷമായിരുന്നു അത്. പരമഗുഹ്യം ഇതം, പരമഗുഹ്യമായ ഈ ഭാഗവത തത്വം അച്ഛൻ എനിക്ക് ഉപദേശിച്ചു തന്നൂലോ. ഹിത്വാ സ്വശിഷ്യാൻ പൈലാദീൻ. ഇനി അടുത്ത അധ്യായത്തില് ഭാഗവതത്തിലെ 12 സ്കന്ധത്തിലെ 6-7 അധ്യായങ്ങളില് ആർക്കൊക്കെ വേദവ്യാസൻ തന്റെ പാണ്ഡിത്യവും 17 പുരാണങ്ങളും വേദങ്ങളും ഒക്കെ വിഭജിച്ചു കൊടുത്തു എന്ന് പറയാൻ പോണു. അവരെയൊക്കെ വിട്ടിട്ട് പരം ഗുഹ്യമിതം, ഇത് എൻ്റെ അച്ഛൻ എനിക്ക് മാത്രമായിട്ട് തന്നു. അപ്പൊ ഇതിന് യോഗ്യൻ ഉണ്ണി നീ തന്നെയാണ് എന്ന് എൻ്റെ അച്ഛന് തോന്നിയിട്ടുണ്ടാവും. അതുകൊണ്ട് അച്ഛൻ്റെ പുത്രനാണ് ഞാൻ എന്ന് എനിക്ക് പറയാറായി. അതാ ശ്രീശുകൻ ലൗകികമായൊരു വാക്ക് ഉപയോഗിച്ച് പരീക്ഷത്തിനോട് പറഞ്ഞത്. ഭാഗവതത്തിൻ്റെ മുൻപിൽ, ഭാഗവതോപദേശത്തിൻ്റെ മുൻപിൽ അച്ഛൻ മകൻ അങ്ങനെയുള്ള ബന്ധങ്ങൾക്കൊന്നും സ്ഥാനമില്ല. പരീക്ഷത്തിന് ഭാഗവതം ഉപദേശിക്കുന്ന സമയത്ത്, പരീക്ഷത്തെ അങ്ങയുടെ മകൻ ജനമേജയുണ്ടല്ലോ, അങ്ങ് മരിച്ചാലേ സർപ്പയാഗമൊക്കെ ചെയ്ത് മഹാപാപം കുറെ വരുത്തി വയ്ക്കും എന്ന് പറഞ്ഞിട്ട് ശ്രീശുകൻ ഒരു കള്ളക്കണ്ണോടെ പരീക്ഷത്തിനെ ഒന്നിങ്ങനെ വാച്ച് ചെയ്തു, ഒന്നിങ്ങനെ ശ്രദ്ധിച്ചു. നമ്മളാണെങ്കിലോ ഇപ്പൊ ഈ ഇരിക്കണയിടത്തുനിന്ന് ഒരാളെ വിരൽ ചൂണ്ടി ശ്രോതാവ് ശ്രദ്ധയ്ക്ക് ഇരിക്കുന്ന ആള് നിങ്ങളുടെ മകൻ ഇന്ന കുരുത്തക്കേടുകളൊക്കെ ചെയ്യും എന്ന് മുഖത്ത് നോക്കി പറഞ്ഞാൽ അദ്ദേഹം എണീറ്റ് വന്ദിച്ചു പറയും, എന്നാ ഞാൻ 1 മിനിറ്റ് ഒന്ന് പോയിട്ട് എൻ്റെ മകനെ കണ്ട് പറഞ്ഞു വരാം. അച്ഛൻ എന്നെക്കുറിച്ച് ഓർത്ത് നീ കുരുത്തക്കേടൊന്നും ചെയ്യരുത് കേട്ടോ എൻ്റെ ഉണ്ണി. അച്ഛൻ ഭാഗവതം കേട്ട് ഭഗവാന്റെ അടുത്തേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞു പോവില്ലേ? അതാ ഭാഗവതം ചോദിക്കുന്നത്. പരീക്ഷിത്ത് ഭാഗവതം കേട്ടുകൊണ്ടിരിക്കെ ജനമേജയ സ്വാം വിദിത്വാ തക്ഷകാം നിധനംഗഥം സർപ്പാൻ വൈ സർപ്പയാഗാഗ്നൗ സഹോഷ്യതിരുഷാൻവിത എന്നരുളി ചെയ്തിട്ടും അങ്ങയുടെ മകൻ ജനമേജയൻ അങ്ങയെക്കുറിച്ച് ഓർത്ത് സർപ്പയാഗം ചെയ്യും, ക്രൂരകൃത്യം ചെയ്യും, ദുര്യോഗങ്ങളിൽ പെടും എന്ന് പറഞ്ഞിട്ടും അനവധി വംശപരമ്പരകൾ കേൾക്കണു. പൂർവംശത്തിലെ ഏതോ ഒരു പരീക്ഷത്തിന്റെ ഏതോ ഒരു ജനമേജയൻ ഒരു സർപ്പയാഗം ചെയ്തിരിക്കാം, എനിക്കതുമായിട്ടൊരു ബന്ധവുമില്ല. എന്ന് സ്റ്റാൻഡേർഡിലേക്ക്, നിലവാരത്തിലേക്ക് പരീക്ഷിത്ത് ഉയരണത് നേരിട്ടങ്ങനെ കണ്ടു ശ്രീശുകൻ അർത്ഥം. ഇനി ദശമസ്കന്ധം വാസുദേവാനുചിന്തയാ ഭാഗവതോപദേശം പൂർണ്ണമാക്കാം. ദശമസ്കന്ധം ഉപദേശിക്കാറായോ? മനോനിരോധം ആയോ? മുക്താവസ്ഥയിൽ എത്താറായോ? ഭഗവാന്റെ ആശ്രയം ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം
സർഗം വിസർഗം സ്ഥാനം പോഷണം മൂതി മന്നന്തരം ഈശാനുകഥ നിരോധം മുക്തി ആശ്രയം അവിടേക്ക് എത്താറായോ? ശ്രീശുകന്റെ ഗുരുനാഥന്റെ അറിയാതെ കണ്ടുള്ളൊരു പരീക്ഷണമായിരുന്നു പോൽ ആ വരി. പരീക്ഷത്തിന് സംശയം ഉണ്ടായില്ലല്ലോ. അവിടെ പിതൃപുത്ര ബന്ധത്തിന് സ്ഥാനമില്ല. ചരിത്രം കേട്ടു, അത്ര തന്നെ ഉള്ളൂ. അതുപോലെയാണ് ഇന്നലെ വരെ പിതൃപുത്ര ബന്ധത്തെ മാനിക്കാത്ത ശ്രീശുകൻ ഇന്ന് ഭാഗവതോപദേശം എൻ്റെ അച്ഛൻ എനിക്ക് തന്നു എന്നുള്ളത് കൃതാർത്ഥതയോടെ, കൃതജ്ഞതയോടെ, അഭിമാനപുരസ്സരം, സസന്തോഷം അനുസ്മരിച്ചു. ഇവിടെയും അനുസ്മരിച്ചു കേട്ടത് അതാണ്. കുട്ടിക്കാലം മുതൽക്ക് ഭാഗവതം വായിച്ചു എന്നുണ്ടെങ്കിൽ അതിനാരാ കാരണം? ഈ കുട്ടിയല്ല, തീർച്ചയല്ലേ. മഹ്യം പുത്രായ ശാന്തായ പരം ഗുഹ്യം ഇതം ജഗൗ. ഏതോ സജ്ജനങ്ങള് ഇതം ജഗൗ ഇത് പാടി. ആ പാട്ടിന്റെ അനുരണനം വാസുദേവാനുചിന്തയാ. വാസുദേവാനുചിന്ത ലോകത്ത് മുഴുവനും പരന്നത്. സൂര്യനും ചന്ദ്രനും വെള്ളവും ഭൂമിയും വായുവും ആകാശവും ഒക്കെ ഉണ്ടായിട്ടും അവയൊന്നും ഗുരുനാഥന്മാരാക്കാൻ നമുക്ക് വശതയില്ലാത്തത് കൊണ്ട് നമ്മുടെ സ്വന്തം അച്ഛൻ ഗുരുനാഥൻ നമ്മളെ പിടിച്ച് അടുത്തിരുത്തി ഭാഗവതത്തിൻ്റെ വാസുദേവാനുചിന്തയുടെ പരമഗുഹ്യമായ തത്വം പറഞ്ഞു തന്നാൽ അത് ചെവികൊണ്ട് കേൾക്കാനുള്ള ഭാഗ്യമോ ഉൾക്കൊള്ളാനുള്ള മനസ്സോ ഇല്ലെങ്കിൽ കൂടി അത് പറഞ്ഞു തന്നു. അർഹത നോക്കാതെ. ന ബ്രഹ്മണ നതു ഭവസ്യ നവൈ രമായാഹന്മേ അർപ്പിത ശിരസി പത്മകര പ്രസാദ എന്ന് പ്രഹ്ലാദൻ അനുസ്മരിച്ചതുപോലെ മഹ്യംപുത്രായ ശാന്തായ പരംഗുഹ്യം ഇതം ജഗൗ എന്ന് ശ്രീശുകൻ അനുസ്മരിച്ചതുപോലെ ഭാഗവതത്തിന്റെ പരമതത്വം അനന്തമായ വിഹായത്തിൽ നിറഞ്ഞു തുളുമ്പി നിൽക്കുന്നത് ഏതോ ഒരു വാസുദേവാനുചിന്തയുടെ, അനുമാനഗർഭിണിയായ വാസുദേവാനുചിന്തയുടെ ഒരു മേഘത്തുള്ളിയായിട്ട്, ഒരു വർഷജലമായിട്ട്, ഒരമൃതിന്റെ ബിന്ദുവായിട്ട്, ഒരു ഗംഗാ പ്രവാഹമായിട്ട് നമ്മളിലേക്കൊക്കെ ഏത് സജ്ജനങ്ങളാണോ, ഏത് സത്വസമീക്ഷായജ്ഞങ്ങളുടെ മധ്യത്തിലാണോ, ഏത് ഭാഗവത സത്രത്തിന്റെ വേദിയിലാണോ പകർന്നു തന്നത് ആ ഗുരുപരമ്പരകളെ മുഴുവനും എത്ര വന്ദിച്ചാലും നമുക്ക് മതിയാവില്ല. അങ്ങനെ ഗുരുപരമ്പരകളുടെ അനുഗ്രഹം കൊണ്ട് മാത്രം കിട്ടേണ്ടുന്ന ഒന്നാണ് ഈ അധ്യായം. ഭാഗവതത്തിലെ 12 സ്കന്ധത്തിലെ 5-ാം അധ്യായം ബ്രഹ്മോപദേശം. ക്വ സൂര്യപ്രഭവോ വംശ ക്വ ചാൽപവിഷയാമതി എന്ന് കാളിദാസൻ പറഞ്ഞതുപോലെ ബ്രഹ്മോപദേശം എവിടെ കിടക്കണം? നമ്മളെപ്പോലുള്ള സാധാരണക്കാരൻ്റെ അവസ്ഥ എവിടെ? അതൊന്നും സ്മരിക്കാൻ പോലുള്ള വശത, പാണ്ഡിത്യം, ജ്ഞാനം, ശാസ്ത്രബോധം ഇതൊന്നുമില്ല. ഭാഗവതം എല്ലാറ്റിൻ്റെയും നികഷ ഒരകല്ലാണ്. ജ്ഞാനത്തിൻ്റെ, സാഖ്യത്തിൻ്റെ, യോഗയുടെ, ഭക്തിയുടെ, എല്ലാറ്റിൻ്റെയും. ഇനി സയൻസ്, ഏതൊക്കെ സയൻസ് ഉണ്ടോ, ബോട്ടണി, സുവോളജി, ഇങ്ങനെയാണ് തുടങ്ങിയാൽ എല്ലാറ്റിൻ്റെയും ഉരകല്ലാണ്. ജ്യോതിശാസ്ത്രം, ഛന്ദശാസ്ത്രം, എന്താ ഓരോ പണ്ഡിതന്മാര് ഭാഗവതത്തിലെ ചില വാക്കുകൾ എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മേപ്പെട്ടും കീഴ്പ്പെട്ടും ചിന്തിച്ച് എത്ര ആസ്വദിച്ചിട്ടും മതി വരാതെ കണ്ട് താഴ്ത്തു വെക്കണു. എന്താ അവിടെ വ്യാസൻ അങ്ങനെ പ്രയോഗിച്ചത്? എന്താ ഈ പദം ഇങ്ങനെയായത്? നികഷ ഒരകല്ലാണ്. ഒരച്ചു നോക്കുമ്പോൾ അറിയാം അതിൻ്റെ മാധുര്യം. എത്ര ആസ്വദിച്ചാലും മതി വരാത്ത ഘടനാവൈഭവമാണ് ഭാഗവതത്തിൽ. വ്യാകരണമായാലും സാഹിത്യമായാലും. സാഹിത്യാസ്വാദനത്തിന് ഭാഗവതം പോലെ ഒന്നില്ല. ഇനി ഫോട്ടോഗ്രാഫി, രംഗചിത്രീകരണത്തിന് ഭാഗവതം പോലെ ഒന്നുമില്ല. എന്താ ആ ഗജേന്ദ്രമോക്ഷം സ്ഥലത്ത് കൈലാസയാത്രയുടെ അവിടെയൊക്കെ പ്രകൃതി വർണ്ണന, വൃന്ദാവനത്തിലെ പ്രകൃതി വർണ്ണന, ജരാസന്ധനും മറ്റുമായിട്ടുള്ള യുദ്ധവർണ്ണന, പ്രകൃതി വർണ്ണനയും യുദ്ധവർണ്ണനയും അങ്ങോട്ട് തുടങ്ങിയ വാൽമീകിയും വ്യാസനും കൊമ്പോട് കൊമ്പ് കോർക്കും. എതിരായിട്ടല്ല, സന്തോഷം കൊണ്ട്. ചില കാളക്കൂറ്റന്മാരും ആട്ടുമുട്ടന്മാരും ജ്യേഷ്ഠാനുജന്മാരാവും, എന്നാലും അമ്മയുടെയൊക്കെ മുമ്പിൽ വെച്ച് അവരിങ്ങനെ
ഗുസ്തി കൂടുന്നത് നമ്മൾ കാണും. അവരുടെ അമ്മമാരുടെ അടുത്ത് വെച്ച് അവരിങ്ങനെ ഇടികൂടുക. അതൊരു രസമാണ്. അവർക്ക് തല ചൊറിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇതുപോലെ വേദവ്യാസനും വാൽമീകിയും ഭാഗവതത്തിലും രാമായണത്തിലൊക്കെ പ്രകൃതി വർണ്ണന നടത്തുന്ന കണ്ടാൽ ഏത് സാഹിത്യകാരനാ ഇഷ്ടം വരാതിരിക്കുക? ഇനി ഋതുസംഹാരാദികള്, ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിലെ ഓരോരോ വർണ്ണനകള്, ഇങ്ങനെ നോക്കിയാൽ എല്ലാം വാസുദേവ ആനുചിന്തയ്ക്ക് അനുമാനഗർഭിണിയായ മനസ്സിന് ഉതകുന്ന രീതിയിലാണ് ആപ്റ്റായിട്ടുള്ള വാക്കുകളും സന്ദർഭങ്ങളുമാണ് ഭാഗവതത്തിൽ. എല്ലാവർക്കും ഏതു തരത്തിൽ വന്നും ആസ്വദിക്കാം. ഏതു കോണിൽ കൂടെ നോക്കിയാലും ഭാഗവതം അത്യന്തം ഔന്നതിയിലേക്ക് നഭപതന്തി ഉയർന്നതാണ്. അപ്പൊ അത് കിട്ടാനാണ് ശ്രീശുകാദികളെ പോലെയുള്ളവര്, സനകാദികളെ പോലെയുള്ളവര് ഹംസസോഹം എന്ന് പറഞ്ഞ് പറക്കണത്. ആ പറന്നവർക്ക് കിട്ടിയ വാസുദേവാനുചിന്ത അനുമാനഗർഭിണിയായ വാസുദേവാനുചിന്തയാക്കി ഇനിയുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള വരവ്, തിരിച്ചുവരവ്, അതാണ് ഇപ്പൊ ഇവിടെ ബ്രഹ്മോപദേശം. അങ്ങനെയുള്ളതൊരു തിരിച്ചുവരവിന്റെ പൂർണ്ണതയാണ്. എന്താ അത്? ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ ബ്രഹ്മോപദേശത്തിൽ ശ്രീശുകം പറഞ്ഞുല്ലോ പരീക്ഷത്തിനോട്, അത്രാനുവർണ്യതേ ഭീക്ഷ്ണം വിശ്വാത്മാ ഭഗവാൻ ഹരി യസ്യ പ്രസാദജോ ബ്രഹ്മാരുദ്ര ക്രോധസമുദ്ഭവ. വിശ്വാത്മാവായ ശ്രീഹരി ഭഗവാൻ അത്ര അനുവർണ്യതേ, ഭഗവാനെ പറ്റിയാണ് ഇവിടെ പറയാൻ പോണത്. ഭഗവാനെ പറ്റിയാണ് ഇത്രയും നേരം പറഞ്ഞത്. ഇനിയോ, ഏതത്തേ കഥിതം ദാത യഥാത്മാ പൃഷ്ടവാൻ നൃപ ഹരേർ വിശ്വാത്മനശ്ചേഷ്ടാം കിം ഭൂയ ശ്രോതുമിച്ഛസി. 7 ദിവസം സപ്താഹമായിട്ട് വിശ്വാത്മാവായ ഭഗവാനെക്കുറിച്ച് ഹേ പരീക്ഷിത്തെ ഞാൻ അവിടത്തേക്ക് പറഞ്ഞു തന്നു. ഹരേർ വിശ്വാത്മന ചേഷ്ടാം, വിശ്വാത്മാവായ ശ്രീഹരിയുടെ ചേഷ്ടകളെ, ഭഗവാൻ വിശ്വാത്മാവായ ശ്രീഹരിയുടെ ചേഷ്ടകളെ അത്രാണ് വർണ്യതേ ദേവരോട് വർണ്ണിച്ചു. ഇപ്പതാ വർണ്ണിച്ചു പൂർണ്ണമാക്കി. യഥാപൃഷ്ടവാൻ തഥ, എങ്ങനെയാണോ അങ്ങ് ചോദിച്ചത് അങ്ങയുടെ ചോദ്യാനുസൃതം ഞാൻ പറഞ്ഞു, വർണ്ണിച്ചു. യത് ശ്രോതവ്യം അഥോ ജപ്യം യത് കർത്തവ്യം നൃഭിപ്രഭോ സ്മർത്തവ്യം ഭജനീയം വാ ബ്രൂഹി യദ്വാ വിപര്യം. അവിടുന്ന് എന്നോട് ചോദിച്ചതിനൊക്കെ പാകത്തിന് മറുപടി ഞാൻ പറഞ്ഞു. കിം ഭൂയശ്രോതമിച്ഛസി, ഇനിയും അങ്ങക്ക് കേൾക്കണമെന്നുണ്ടോ? ഉണ്ടെങ്കിൽ, നമ്മളാണെങ്കിൽ എങ്ങനെയാ പറയാം, ഉണ്ടെങ്കിലോ അപ്പ ചോദിക്കും. ഉണ്ടെങ്കിൽ അങ്ങയെ കടിക്കാൻ വന്ന തക്ഷകൻ കാലം വായ പൊളിച്ച് അവിടെ നോക്കി നിൽക്കും. അവൻ വായ താത്തില്ല, അവൻ ഒരിഞ്ച് ഇഴഞ്ഞു വരില്ല. കാരണം കാലാതിവർത്തിയാണ് ഭാഗവതം. കാലാതിവർത്തിയായ ഭഗവാനെ കുറിച്ചുള്ളതാണ് ഭാഗവതം. അതുകൊണ്ട് തക്ഷകൻ നധക്ഷ്യസി, അങ്ങയെ കടിക്കില്ല. കാരണം ന ജാതഃ ന ഭൂതഃ ന ജാത പ്രാഗഭൂതോദ്യ, അങ്ങ് ഉണ്ടായിട്ടില്ല. ന നക്ഷ്യസി ന ഭവിഷ്യസി. എന്താ ശ്രീശുകന്റെ വാക്കുകള്! ബ്രഹ്മോപദേശാണേ, നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ ശ്രീശുകം പറഞ്ഞു തരികയാണേ. ഇവിടെ പറഞ്ഞു കേട്ടുല്ലോ ശങ്കരാചാര്യർ പറഞ്ഞത്, ജീവോ ബ്രഹ്മൈവ നാപര സർവം ഖല്ലിദം ബ്രഹ്മ പ്രജ്ഞാനം ബ്രഹ്മ അയമാത്മാ ബ്രഹ്മ തത്വമസി അഹം ബ്രഹ്മാസ്മി. ഇതൊക്കെയാണ് എല്ലാവർക്കും ഉപദേശിക്കാനുള്ളത്. ഇതൊക്കെ എത്ര തവണ എങ്ങനെ ഉപദേശിച്ചാലും നമ്മളെ പോലുള്ള സാധാരണക്കാരുടെ ഉള്ളിലേക്ക് കേറില്ല. കാരണം ശാസ്ത്രീയ പഠനമാണ്. ആദ്യം പറഞ്ഞ പോലെ വാസുദേവ അനുചിന്തയുള്ള അനുമാനഗർഭിണിയായ ബുദ്ധി കൊണ്ട് ഉൾക്കൊള്ളേണ്ടതാണെന്നർത്ഥം. നമുക്ക് ചിന്ത തന്നെ ഇല്ല. അനുചിന്ത എന്നുള്ളത് വശം തന്നെയല്ല, ഫോളോ അപ്പ് അതില്ല. പിന്നെ വാസുദേവാനുചിന്ത ഒട്ടുമില്ല. ഇപ്പൊ പറഞ്ഞല്ലോ, വാസുദേവപരാവേദ വാസുദേവപരാമഖ വാസുദേവപരായോഗ വാസുദേവപരാക്രിയ വാസുദേവപര, എല്ലാം വാസുദേവപരമാണ്. ആ വാസുദേവനെ, വിശ്വാത്മാവായ ഭഗവാനെ, വെള്ളത്തിലും ഭൂമിയിലും വായുവിലും ആകാശത്തിലും നിറഞ്ഞിരിക്കുന്ന ഭഗവാനെ
മാത്രമാണ് ആദ്യന്തം പറഞ്ഞത് എന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? നമ്മുടെയൊക്കെ തോന്നൽ എന്താ? സർഗം വിസർഗം സ്ഥാനം പോഷണം ഉദി മന്നന്തരം വിശാനകഥ നിരോധം മുക്തി ആശ്രയം, ഇങ്ങനെ 10 ലക്ഷണങ്ങളിൽ കൂടെ 12 സ്കന്ധങ്ങളിൽ കൂടെ 335 അധ്യായങ്ങളിലൂടെ പലതും 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 പറഞ്ഞു. നാനാ വർണ്ണനകള്, നാനാ അവതാരങ്ങൾ പറഞ്ഞു. അല്ലാണ്ട് ഏകമേവാദ്വിതീയം ബ്രഹ്മ നമുക്ക് തലേ കയറിയോ? ഒന്നാണ് എന്നുള്ളത് മനസ്സിലായോ? ഇല്ല. നമുക്ക് ഈ പലതേ എപ്പോഴും ഉള്ളിൽ വരണുള്ളൂ. എത്ര വാസുദേവ ചിന്തയുണ്ടെങ്കിൽ കൂടി, വാസുദേവ അനുചിന്തയിൽ കൂടി നമുക്ക് ഈ നാനാത്വമേ ബോധ്യപ്പെടുന്നുള്ളൂ, ഏകത്വം ബോധ്യപ്പെടുന്നില്ല. പറഞ്ഞില്ലേ, സുഖമഹമസ്വാർത്ഥം ന കിഞ്ചിത വേദിഷം എന്ന് പറയുന്ന ആ ഉള്ളിൽ ഉറങ്ങാതെ ഇരിക്കുന്ന ആളാണ് ഞാൻ എന്നും ബോധ്യം വരണില്ല. ജനിച്ച ഞാൻ, ബാലനായിരുന്ന ഞാൻ, വളർന്ന ഞാൻ, വളർന്നു വന്ന ഞാൻ, യുവാവായ ഞാൻ, ചെറുപ്പക്കാരനായ ഞാൻ, അത് കഴിഞ്ഞ് വയസ്സനാവാൻ തുടങ്ങി ഞാൻ 60, 70, 80, 84, ഷഷ്ടിപൂർത്തി, സപ്തതി, 80, 84, ഇനി 90, 90, പിന്നെ ഇനിയൊരു 100 കൂടി ആവോ ഇങ്ങനെയാ മോഹം ഇരിക്കണത്. എണ്ണി കുറയുന്നിതായുസ്സും മണ്ടി മണ്ടിക്കരേറുന്നു മോഹവും. മണ്ടന്മാരായ നമ്മുടെയൊക്കെ മോഹം മണ്ടി 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 കയറുകയാണ്. നമ്മൾ മണ്ടന്മാരും മണ്ടികളുമാണ്. മന്ദാ സുമന്ദമതയ മന്ദഭാഗ്യ ശിവതൃത, ഭാഗവതാണേ നമുക്കൊക്കെ പേരിട്ടിരിക്കുന്നത്. ഈ മണ്ടന്മാരും മണ്ടികളുമായിട്ട് മണ്ടി മണ്ടി മോഹങ്ങൾ കരയേറാന്നല്ലാതെ അതും വേണം ഇതും വേണം മറ്റതും വേണം മറിച്ചതും വേണം എന്ന് തോന്നുന്നല്ലാതെ വാസുദേവാനുചിന്ത മാത്രം മതി എനിക്ക് എന്ന് നമുക്ക് തോന്നാറില്ലല്ലോ. പ്രഹ്ലാദൻ പറയണ പോലെ 98 വയസ്സായാലും ഇന്ദ്രിയങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോഴാണ് 99 വയസ്സായൊരു കാരണം അവർ കാണാൻ വന്നത്. പിന്നെ അവർ തമ്മിൽ അങ്ങോട്ട് തടങ്ങി വർത്തമാനം. 98 വയസ്സുകാരനും 99 വയസ്സുകാരനും കൂടി കണ്ടുമുട്ടി സംസാരിച്ചാൽ എന്താ ഉണ്ടാവുക? ഇടയ്ക്കിടയ്ക്ക് ആരാ അവിടെ, ഞങ്ങൾക്ക് ഇത്തിരി കാപ്പി കൊണ്ടുവരൂ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത്തിരി അത് കൊണ്ടുവരൂ ഇത് കൊണ്ടുവരൂ. കാരണം ഒരു സംസാരിക്കാൻ വന്നിട്ടുണ്ട്, എത്ര തിന്നാലാ മതിയാവുക? ശർക്കരപ്പേരി ഒന്ന് പൊടിച്ചു കൊണ്ടാ, ഞങ്ങൾ തിന്നട്ടെ. ആ നല്ല അപ്പുണ്ടെങ്കിൽ കൊണ്ടുപോവാ, ഞങ്ങളൊന്ന് പങ്കുവെക്കട്ടെ, പണ്ടാണ് ഇതേപോലെയൊക്കെ തിന്നതേ എന്ന് പറഞ്ഞിരിക്കുകയല്ലേ. ലവലേശം വൃദ്ധസ്ഥാവൽ ചിന്താസക്ത എന്നല്ലാതെ വാസുദേവാനുചിന്തയില്ല. അപ്പോഴും പരേ ബ്രഹ്മണി കോപി നസക്ത. ബാല്യം കഴിഞ്ഞു, കൗമാരം കഴിഞ്ഞു, യൗവനം കഴിഞ്ഞു, വാർദ്ധക്യായി, ജരാനരയായി, മരണത്തിന്റെ വാതുക്കൽ എത്തിയിട്ടും വൃദ്ധസ്ഥാവൽ അവസാന ശ്വാസം വരെ നതു വാസുദേവാനുചിന്തയ നതു അനുമാന ഗർഭിണ്യാപും ബുദ്ധ്യാ വാസുദേവാനുചിന്ത ഇല്ല. നെവർ നെവർ നെവർ. പിന്നെയോ ഈ വിഷയചിന്ത മാത്രം. അനവധി വിഷയചിന്തകൾ പണ്ട് നടന്നതും ഇപ്പൊ നടക്കണം. ഇപ്പോഴേ ആർക്കും ഒരു സ്നേഹമില്ല. നമ്മളിപ്പോ വയസ്സന്മാരോട് എന്തെങ്കിലും ഒരു ബഹുമാനം ഈ പിള്ളേർക്കുണ്ടോ? നശിച്ചു പോവുള്ളൂ കുരുത്തം കെട്ട ഒരു പിള്ളേര്. ശരിയാ പറഞ്ഞത്. നല്ല കാരണവന്മാരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചിന്ത, വൃദ്ധസ്ഥാവൽ ചിന്താസക്ത അല്ലേ. ആ സമയത്ത് 10 നാമം ജപിക്കാൻ തോന്നുന്നുണ്ടോ? പൂന്താനം ചോദിക്കണില്ലേ? അത്ര വീക്കുന്ന നേരത്തും കീർത്തിച്ചിടുന്നതില്ല തിരുനാമം. സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ച് നാണം കെട്ടു നടക്കുന്നു. നാണം കെട്ടി ഇരുന്ന് വർത്തമാനം പറയണു. ഇനി കുറെ കഴിഞ്ഞാൽ ഞാൻ പോട്ടെ, എന്നാ ഇനി കുറച്ച് കിടന്നോളൂ. ഇയാള് കിടക്കണു, അയാൾ അവിടെ വീട്ടിൽ പോയി കിടക്കണു. എന്താ ഇവറക്കണത്? 4 വയസ്സായിട്ട് ഇത്ര കാലത്തിന്റെ ഇടയിൽ ഞങ്ങൾക്ക് കുറെ നേരം ഇരുന്ന് വർത്തമാനം പറയാൻ പറ്റിയില്ലോ. ഒരു ചിന്ത, വാസുദേവാനുചിന്ത വന്നോ? ഇല്ല. അതാണ് അത്ര അനുവർണ്യതേ അഭീക്ഷ്ണം വിശ്വാത്മാ ഭഗവാൻ ഹരി. ശ്രീശുകന് പറയാം, ഭഗവാനെ അല്ലാതെ കണ്ട് അഭീക്ഷ്ണം ന അന്യത് അനുവർണ്യതേ വിശ്വാത്മാ ഭഗവാൻ ഹരി ഏവ അത്ര അനുവർണ്യതേ. അതാണ് വാസുദേവാനുചിന്തയാ എന്ന് ധൈര്യമായിട്ട് പറഞ്ഞത്. മനസ്സ് ബുദ്ധി ചിത്ത അഹങ്കാരം ഇതുമാലും അസ്ഥി ജായതേ വിവീണമതേ വർദ്ധതേ അപക്ഷീയതേ നശ്യതി. ഈ ഷഡ്ഭാവ വികാരങ്ങൾ മനുഷ്യ ശരീരത്തിനുണ്ടാവും. പക്ഷേ ഉണ്ടാവുമ്പോഴും വളരുമ്പോഴും മാറ്റങ്ങൾ വരുമ്പോഴും വർദ്ധിക്കുമ്പോഴും
പിന്നെ അപക്ഷീയത്തെ നശിക്കാൻ തുടങ്ങുമ്പോഴും പരിണാമങ്ങൾ വരുമ്പോഴും അവസാനം നശിക്കുമ്പോഴും വാസുദേവാനുചിന്ത ആർക്കുണ്ട്? ശ്രീശുകനുണ്ട്. അതുപോലെ ആക്കി പരീക്ഷത്തിനെ അറിയാലോ. പരീക്ഷത്തിനും അറിയാം, ശ്രീശുകനും അറിയാം. എന്താ അത്? മാതുശ്ചമേയ ശരണംഗതായ ഗർഭപാത്രത്തിൽ വെച്ച് ഗുരുവായൂരപ്പനെ വാസുദേവാനുചിന്ത കിട്ടി. നേരിട്ടങ്ങനെ കണ്ട് അങ്കുഷ്ഠമാത്രം അമലം പുരൽപുരണമൗലിനം അവീച്ഛദർശനം ശ്യാമം തടിദ്വാസസം അച്യുതം ശ്രീമദ് ദീർഘചതുർബാഹും തപ്ത കാഞ്ചനകുണ്ടലം ക്ഷതയാക്ഷം ഗദാവാണിം ആത്മന സർവതോ ദിശം പരിഭ്രമന്തമുൽക്കാഭാം ഭ്രാമയന്തം ഗദാമുഹു. കണ്ടതാണ് ഭഗവാനെ. വാസുദേവാനുചിന്തയാ ബുദ്ധ്യാ അനുമാനഗർഭിണ്യ. ആ വാസുദേവാനുചിന്ത അന്നു തൊട്ട് ഇന്നോളം ചൊട്ട മുതൽ ചുടല വരെ എന്ന് പാട്ടുപാടിയാനേ നമുക്ക് വശമുള്ളൂ. നമുക്കതില്ല. പരീക്ഷിത്ത് അതുള്ള ആളാണ്. അപ്പൊ ശ്രോതാവും വക്താവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം നോക്കൂ. ശ്രീശുകനോതെ അച്ഛന്റെ കൂട്ടുന്ന് പറന്നു പോയപ്പോഴും എന്നും വാസുദേവാനുചിന്തയല്ലാതെ കണ്ട ഒന്നുമില്ല. അനുമാനഗർഭിണിയായ ബുദ്ധിയില് വാസുദേവാനുചിന്ത മാത്രമുള്ള ഒരു ഗുരുനാഥൻ, അനുമാനഗർഭിണിയായ ബുദ്ധിയില് വാസുദേവാനുചിന്ത മാത്രമുള്ള ഒരു ശിഷ്യൻ. ഇവരുടെ കൂടിച്ചേരലാണ് ബ്രഹ്മോപദേശത്തിന് പറ്റിയ മുഹൂർത്തം. സുഖമായിട്ട് പരീക്ഷിത്ത് കൊട്ടാരത്ത് കഴിയണ കാലത്തൊന്നും ശ്രീശുകനെ അവിടെ ഇങ്ങും കണ്ടിട്ടില്ല. ഒമ്മാഷി ഇട്ട് നോക്കിയാൽ കാണില്ല. അച്ഛൻ വിളിച്ചിട്ട് ചെല്ലാത്ത ആള് എപ്പോഴേ ഈ ഗുരുനാഥനിൽ നിന്നും അച്ഛനിൽ നിന്നും ഇതൊക്കെ മേടിച്ചിട്ട് പിന്നെ വന്നത് പരീക്ഷത്തിന് ആവശ്യം വന്നപ്പോൾ മാത്രം. അപ്പൊ ലോകത്ത് തെരഞ്ഞെടുക്കപ്പെട്ട ഒരേ ഒരു ശ്രോതാവ്, തെരഞ്ഞെടുക്കപ്പെട്ട ഒരേ ഒരു വക്താവ്, ഭാഗവതം പറയുന്നുണ്ട്, ഏറ്റവും ഉത്തമ വക്താവും ശ്രോതാവും അതാണ് പ്രവക്താവ്. എന്നിപ്പോൾ ഇവിടെ സ്വാമിജി പേര് ഇട്ടിട്ടില്ലേ? പ്രവക്താവ് ഒരേ ഒരാളേ ഉള്ളൂ, ശ്രീശുകൻ മാത്രം. ഭാഗവതത്തിൽ അനവധി വക്തൃശ്രോത ബന്ധങ്ങളുണ്ട്. സൂതശൗനക സംവാദം, വ്യാസനാരദ സംവാദം, ബ്രഹ്മനാരദ സംവാദം, ഭഗവാനും ബ്രഹ്മാവും തമ്മിലുള്ള സംവാദം, വിതുരനും ഉദ്ധവനും വിതുരനും മൈത്രേയനും തമ്മിലുള്ള സംവാദം, നാരദനും പരീക്ഷിത്തും തമ്മിൽ, നാരദനും ധർമ്മപുത്രനും തമ്മിലുള്ള സംവാദം, യുധിഷ്ഠിര നാരദ സംവാദം, ഒടുവിലെ വസുദേവ നാരദ സംവാദം, നിമി നവയോഗി സംവാദം. ഇനി നാളെ കേൾക്കാം മാർക്കണ്ഡേയ മഹാദേവ സംവാദം. ഇതുവരെ ഭാഗവതം പൂർണ്ണമാവുക. അതിൻ്റെ ഇടയിൽ ഏറ്റവും ഗംഭീരമായ സംവാദം ശ്രീശുക പരീക്ഷിത് സംവാദം. ഏറ്റവും ഉത്തമനമായ ഗുരുശിഷ്യബന്ധം ശ്രീശുക പരീക്ഷിത് ബന്ധം. എന്താ കാരണം? ഗർഭത്തിൽ വെച്ച് തന്നെ ഭഗവാനെ കണ്ട് ഭഗവാനിൽ വാസുദേവാനുചിന്ത ഉറച്ച അനുമാനഗർഭിണിയായ ബുദ്ധിയോടുകൂടെയുള്ള ഒരേ ഒരു ശ്രോതാവ്. അതാണ് പരീക്ഷത്തിനോട് പറയുന്ന ചെയ്തു. ബ്രഹ്മരാതോ ഭൃശം പ്രീത വിഷ്ണുരാതേന സംസതി പ്രാഹ ഭാഗവതം നാമപുരാണം. നാമപുരാണം എന്നും പറയേണ്ട ചിലര്. വിശ്വം വിഷ്ണു ഷൽക്കാര ഭൂതഭവ്യ ഭവൽ പ്രഭു ഭൂതകൃത് ഭൂതഭൃദ്ഭാവ എന്നങ്ങോട്ട് ഇറങ്ങിയാൽ ഏത് വാക്കിനെ ശങ്കരാചാര്യ ഭാഷ്യത്തിലും വിസ്തരിച്ചിട്ടുണ്ടോ അതൊക്കെ ഭാഗവതത്തിലേക്ക് ഇങ്ങോട്ട് യോജിപ്പിക്കാം, സമന്വയിപ്പിക്കാം. അതാണ് ഭാഗവതത്തിന്റെ മേന്മ. അപ്പൊ നാമപുരാണം എന്ന് പറയുന്നത് വെറുതെയല്ല. ഗോവിന്ദ ദാമോദര മാധവേദി ഗോപസ്ത്രീകൾ കണ്ടുപിടിച്ച കഥകളുടെ സമഗ്ര സമന്വയമായ സമാഹാരമായ 3 നാമങ്ങൾ. ആദ്യം പറഞ്ഞില്ലേ, ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുള്ള ആ 12 അക്ഷരം ധ്രുവന് നാരദന് ഉപദേശിച്ചത്. യസ്യ കായാധവ തേ വചനരചനമേകം കേവലം ചാകലയ്യ ധ്രുവപദമപി യാതോ യൽകൃപാദോ ധ്രുവോയം സകല കുശലപാത്രം ബ്രഹ്മപുത്രം നതാസ്മി. അതേ നാരദൻ കായാധവനായ പ്രഹ്ലാദനെ ഈ പറഞ്ഞ പോലെ ഗർഭത്തിൽ വെച്ച് തന്നെ ഇഞ്ചക്ട് ചെയ്ത് നേരെയാക്കിയില്ലേ? അനുമാനഗർഭിണ്യാ വാസുദേവാനുചിന്തയാ. അടുത്ത ആള് അതും മഹാബലിയുടെ മുത്തച്ഛൻ പ്രഹ്ലാദൻ.
ഒക്കെ നാരദന്റെ ശിഷ്യന്മാരാ. അപ്പൊ നാരദന്റെ ശിഷ്യന്മാരായ പ്രചേതസ്സുക്കള്, നാരദന്റെ ശിഷ്യനായ പ്രാചീന ബർഹിസ്, നാരദന്റെ ശിഷ്യനായ ഉദ്ധവൻ പ്രഹ്ലാദൻ, ധ്രുവൻ പ്രഹ്ലാദൻ, നാരദന്റെ ശിഷ്യനായി മാറിയ വസുദേവൻ, ഇങ്ങനെയുള്ളവരെ നോക്കിയാൽ നാരദന്റെ പ്രധാന ശിഷ്യൻ ഭാഗവതം പറഞ്ഞു വ്യാസൻ തന്നെയാണ്. ഭാഗവതം നിർമ്മിച്ച ശിഷ്യൻ. ആ വ്യാസന് ഒരു പ്രധാന പുത്രനും ശിഷ്യനുമായ ഉണ്ണിയുണ്ടെങ്കിൽ അത് ശ്രീശുകൻ. ആ ശ്രീശുകന് ഒരേ ഒരു ശ്രോതാവുണ്ടെങ്കിൽ അത് പരീക്ഷിത്ത്. ജനക മഹാരാജാവിന്റെ കൊട്ടാരത്ത് ചെന്ന് ജ്ഞാനം അഭ്യസിച്ച, പ്രായോഗിക ജ്ഞാനം അഭ്യസിക്കാൻ വേണ്ടി ചെന്ന ആളാണ് ശ്രീശുകൻ. ദേവി ഭാഗവതത്തിലൊക്കെ പ്രത്യേകം പറയുന്നുണ്ട്, വിവാഹം കഴിക്കാൻ അതല്ലെങ്കിൽ ദാമ്പത്യ ജീവിതം നയിക്കാനൊന്നും വേണമെങ്കിൽ ശ്രീശുകാദികൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തരാണ്. ഏത് ജീവിതം നയിച്ചാലും അതുമായിട്ടൊരു ബന്ധമൊന്നുമില്ല. ദത്താത്രേയന്റെ കഥ പറഞ്ഞല്ലോ ഭാഗവതത്തിൽ. 24 ഗുരുക്കന്മാരെ കണ്ടാലും നമ്മളെ പോലെയുള്ള, നമ്മളൊക്കെ ഒരു ഗുരുക്കന്മാരെ കണ്ടാൽ അവരുടെ ഫോൺ നമ്പർ അതോ ഇതൊക്കെ വാങ്ങിച്ചു വെച്ച് അവരുമായിട്ടിങ്ങനെ എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. എപ്പോഴും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കാവുന്നവരുടെ ഫോൺ നമ്പർ വാങ്ങണ്ടല്ലോ. അവർ പറയണത് കേൾക്കാൻ അനുസരിക്കാൻ തയ്യാറാവാത്ത നമുക്ക് ഈ ഫോൺ നമ്പറും ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് യോജിക്കലും മാത്രമേ വേണ്ടൂ. ഇതങ്ങനെയല്ല. 24 പറഞ്ഞല്ലോ മൗനോപദേശം ചെയ്യുന്ന ഗുരുനാഥന്മാരാണ്. അവരുടെ ജീവിതം കണ്ട് ഈ ശിഷ്യൻ സ്വയം പഠിക്കുകയാണ്. അല്ലേ, എത്ര കേമാ നോക്കൂ ഭാഗവതം പറയുന്ന ആ ഉപദേശ രീതി. അപ്പൊ ആ വക ഉപദേശിക്കുന്ന ഗുരുനാഥന്മാര് ശിഷ്യന്മാരുടെ ഇടയില് ശ്രീശുക പരീക്ഷിത് സംവാദം, ബ്രഹ്മരാധന്റെ വിഷ്ണുരാധനുള്ള ഉപദേശം, അതിന്റെ മഹത്വമാണ് ഇവിടെ ബ്രഹ്മോപദേശം എന്ന പേരിൽ നമ്മൾ കാണുന്നത്. വിശ്വാത്മാവായ ഭഗവാനെ ഇനിയും കേൾക്കണമെന്നുണ്ടെങ്കിൽ കേൾക്കാം. വിശ്വാത്മനഃ ചേഷ്ടാം കിം ഭൂയ ശ്രോതുമിച്ഛസി. ധൈര്യസമേത ശ്രീശുകൻ ചോദിക്കുന്നത് എന്താ? അത് കാലം 7 ദിവസമല്ലേ ആയുസുള്ളൂ, 7 ദിവസം ഒന്നും ശാപം കിട്ടിയില്ലോ, എന്താ ഞാൻ നീ ചെയ്യാ? നമ്മളാണെങ്കിൽ അതിനൊക്കെ പറയാം, എന്താ ചെയ്യാ, ഇവിടുത്തെ വായന നീ കേൾക്കണമെന്നുണ്ടായിരുന്നു, നിവൃത്തിയില്ല. നമുക്ക് നിവൃത്തിയില്ലായ നമ്മുടെ അവിടെ പോണം, ഇവിടെ പോണം, മറ്റത് വേണം, മറിച്ചത് വേണം. മുക്തിയുടെ അടുത്ത് വാതുക്കെത്തിയിട്ടും തൃശ്ശൂർ വടക്കുന്നാഥന്റെ അമ്പലത്തിൽ പറഞ്ഞില്ലേ, അയ്യോ എൻ്റെ വടക്കുന്നാഥ മുക്തി തരാമെന്നും പറഞ്ഞ് വടക്കുന്നാഥം വിളിച്ചാൽ ഞാൻ എന്താ ചെയ്യാ? ഞാൻ കൊണ്ടാട്ടം വെയിലത്തിട്ടിട്ട് അങ്ങോട്ട് പോകുന്നതേ, അത് ഉണക്കി ഇട്ട് വെക്കാറാകുമ്പോഴേക്കും അങ്ങോട്ട് ചെല്ലണം. ഈ വടക്കുന്നാഥൻ തേവരെന്നും വല്ല വർത്തമാനം പറയാൻ തുടങ്ങി. ഞാൻ മുക്തി വേണേന്ന് പറഞ്ഞപ്പോൾ ഉണ്ട്, ഇങ്ങോട്ട് വന്നോളൂ എന്ന്. പേടിയാവാണ്ടിരിക്കോ? 6 മാസത്തേക്ക് പിന്നെ ആ സ്ത്രീ വടക്കുന്നാഥൻ മുക്തി തന്നെങ്കിലോ എന്ന് പേടിച്ച് ഓടിപ്പോയിട്ട് മടങ്ങി വന്നിട്ടില്ല. കൊണ്ടാട്ടം വെയിലത്തിട്ടിട്ടാണ് പോകുന്നത്. അപ്പോഴാണ് വടക്കുന്നാഥൻ മുക്തി തരാമെന്ന് പറയണത്. പേടിയാവാണ്ടിരിക്കുവോ? നമ്മുടെ സ്റ്റാൻഡേർഡ് കാണിക്കാൻ ഒരു കഥ പറയണമെന്നേ ഉള്ളൂ. അപ്പോൾ മുക്തി എന്ന് കേട്ടാൽ പേടി, മരണം എന്ന് കേട്ടാൽ പിന്നെ അതിലേറെ പേടി, പറയേണ്ടതില്ലല്ലോ. ഇവിടെ പറയണു ഭഗവൻ അടുത്ത അധ്യായത്തിൽ കേൾക്കാം. തക്ഷകാദിഭ്യോ മൃത്യുഭ്യ ന ബിഭേമ്യഹം കാരണം പ്രവിഷ്ടോ ബ്രഹ്മ നിർവാണം അഭയം ദർശിതം ത്വയാ. ഇത് പരീക്ഷത്തിന് പറയാറായത് എങ്ങനെ? അനുമാന ഗർഭിണിയായ വാസുദേവാനുചിന്ത ഇതാ അമ്മയുടെ ഗർഭപാത്രം മുതൽ നേടിയ ഒരു ജീവനാണിത്. ബ്രഹ്മരാധൻ, വിഷ്ണുരാധൻ കണ്ടറിഞ്ഞിട്ടാ ശ്രീശുകം വന്നത്. അപ്പൊ വിശ്വാത്മാവായ ഭഗവാന്റെ കാരുണ്യ ചേഷ്ടകള് ഇനിയും പറയാനുണ്ട്. എന്താ അത്? വിശ്വാത്മന ചേഷ്ട, അതോ യസ്യ പ്രസാദജോ ബ്രഹ്മ, അതൊരു ചേഷ്ടയാണ്. കിം ഭൂയ ശ്രോതുമിച്ഛസി. ഇനിയും പറയണോ? സൃഷ്ടിയാദികള് ബ്രഹ്മാവിനെ സൃഷ്ടിച്ചു, ബ്രഹ്മാവി കണ്ട സാധനങ്ങളൊക്കെ സൃഷ്ടിച്ചു. ദ്വിതീയത്തിലും തൃതീയത്തിലുമായിട്ട് പറഞ്ഞത് സർഗം വിസർഗാദികള് ആ ബ്രഹ്മാവ് സൃഷ്ടിച്ച വസ്തുക്കളുടെ, ബ്രഹ്മപുത്രന്മാരുടെ, സ്വയംഭൂമനുപ്രഭൃതികളുടെ, കശ്യപാദികളുടെ, മരീചിയത്തിലെ, അങ്കരസ്ഥ തുടങ്ങിയവരുടെയൊക്കെ വർണ്ണനകള്. കിം ഭൂയ ശ്രോതുമിച്ഛസി, കേൾക്കണമെന്നുണ്ടോ? യസ്യ പ്രസാദജോ ബ്രഹ്മ, ഭഗവാന്റെ പ്രസാദത്തു നിന്നാണ് മായാവിലാസഹസിതം, ആ പുഞ്ചിരിയിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടായത്. ഞാൻ ഇനി പറയട്ടെ. യസ്യ ക്രോധസമുദ്ഭവ രുദ്ര, ആ വിശ്വാത്മാവായ ഭഗവാന്റെ ക്രോധം എന്ന ഭാവം രുദ്രനായി എല്ലാറ്റിനെയും ഉപസംഹരിക്കുന്നു. അപ്പോ അസ്യ ജന്മാദി യത എന്നാണല്ലോ ഭാഗവതം ആരംഭിച്ചത്. ജന്മാദി എന്നുള്ളതിന്
സൃഷ്ടി സ്ഥിതി സംഹാരാദികൾ എന്നർത്ഥം. യാതൊരു ഭഗവാനിൽ നിന്നാണോ ഇതൊക്കെ ഉണ്ടായത്, യാതൊരു ഭഗവാന്റെ പ്രസാദമാണോ ഇതിനെയൊക്കെ സൃഷ്ടിച്ചത്, യാതൊരു ഭഗവാന്റെ അതേ സ്ഥിതിയാണോ ഇതിനെയൊക്കെ നിലനിർത്തുന്നത്, അതേ ഭഗവാന്റെ തന്നെ യാതൊരു ക്രോധമാണോ രുദ്രഭാവനയിൽ ഇതൊക്കെ ഉപസംഹരിക്കുന്നത്, ആ ഭഗവാന്റെ വിശ്വാത്മന ഹരേ ചേഷ്ടാം കിം ഭൂയ ശ്രോതുമിച്ഛസി. ഇനിയും കേൾക്കണമെന്നുണ്ടോ പറയൂ. അല്ല, പൂർണ്ണമായി തക്ഷകാദി മരണത്തിൽ നിന്ന് ഞാൻ പേടിക്കണില്ല എന്ന് പറയാനുള്ള ധൈര്യമായെങ്കിൽ ബ്രഹ്മോപദേശം നൽകുകയായി. എന്താ അത്? മരിഷ്യേതി പശുബുദ്ധി വിമാംജിഹി. തക്ഷകം വന്നൂലോ, ഞാൻ ചാവുകയായില്ലോ എന്ന പേടി അങ്ങക്ക് ആവശ്യമില്ല. അത് വെറും പശുബുദ്ധിയാണ്. ആദ്യം പറഞ്ഞില്ലേ, അസ്ഥി ജായതേ വിവരണമതേ വർദ്ധതേ അപക്ഷീയതേ നശ്യതി. വീണ്ടും അസ്ഥി ജായതേ വിവരണമതേ അപക്ഷീയതേ. ഇങ്ങനെ ഷഡ്ഭാവ വികാരങ്ങളുടെ ചക്രങ്ങളുടെ ബാലഹ യുവ, അല്ലെങ്കിൽ ഗൃഹസ്ഥൻ, അല്ലെങ്കിൽ ജരാനരമരണം. അത് കഴിഞ്ഞാൽ വീണ്ടും പുനരഭിജനനം, പുനരഭിമരണം, പുനരഭിജനനീ ജഠരേ ശയനം. ഈ ചക്രം അത് കാലത്തിൻ്റെ ചക്രമാണ്. കാലത്തിൻ്റെ ചക്രത്തിൻ്റെ മുനയിൽ പെടാതെ കണ്ടിരിക്കുന്ന ഒരാളാണ് അങ്ങ്. കാരണം അങ്ങയ്ക്ക് അറിയാം അങ്ങ് മരിക്കില്ല എന്ന്. മരിഷ്യേതി പശുബുദ്ധി. മറ്റുള്ള ജീവജാലങ്ങൾക്കൊക്കെ മരണഭയമുണ്ട്. പരീക്ഷത്തെ അങ്ങയ്ക്ക് മരണഭയമില്ല. കാരണം അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നേ അങ്ങ് മരിച്ചവനാണ്. ഭാഗവത്തിൽ പറയുന്നത് അശ്വത്ഥാംനോപസൃഷ്ടേന ബ്രഹ്മശീർഷ്ണോരു തേജസ. ബാക്കി ഉത്തരായ. പിന്നെ ഹതോ ഗർഭ ഈശേന അജീവിത പുനഃ. ഭഗവാൻ ജൈവിപ്പിച്ചതാണ് പരീക്ഷത്തിനെ. എന്തിനു വേണ്ടി? ഹരേർ വിശ്വാത്മനശ്ചേഷ്ടാം യസ്യ പ്രസാദജോ ബ്രഹ്മ. ബ്രഹ്മാവിനെ ഉറക്കത്തുനിന്ന് വിളിച്ചുണർത്തി സൃഷ്ടിക്കടോ, ഇങ്ങോട്ട് നോക്കൂ. 1000 ചതുരകം രാത്രി കഴിഞ്ഞു, ഇനി 1000 ചതുരകം പകലാണ്. എണീക്കടോ. തപതപ 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 തപതപേത്യേവം ഹി വൈഹായസീം വാണിം ഏനമശിഷ്ണവാക്കില. തപസ് ചെയ്തു. ബ്രഹ്മാവ് ഭഗവാനെ കണ്ടു. നമ്മുടെ ബെഡ് കോഫി കുടിക്കണ പോലെ കാരണജലം വെള്ളം കുറെ ബ്രഹ്മാവ് കുടിച്ചു. എണീറ്റ കുറച്ച് വെള്ളം കുടിക്കുക എന്നൊരു പരിപാടി ബ്രഹ്മാവ് തുടങ്ങി വെച്ചതാണ്. ഇന്ന് അനവധി ആളുടെ എണീറ്റ ഉടനെ കുട്ടുകുട്ടാന്ന് വെള്ളം കുടിച്ചു നോക്കുന്നുണ്ട്. നമ്മളാരും ബ്രഹ്മാക്കന്മാരാകുമൊന്നുമില്ല. ബ്രഹ്മാവിന്റെ അങ്ങനെയാണ് ചിട്ട. അത് കഴിഞ്ഞ് താമരപ്പൂവിലാണ് ഇതായിരിക്കണമെന്ന് മനസ്സിലാക്കി സ്തുതിച്ചു. സൃഷ്ടി വീണ്ടും തുടർന്നു. പ്രസാദജോ ബ്രഹ്മായസ്യ. അത് ഭഗവാന്റെ പ്രസാദ. അപ്പൊ ഏത് രുദ്രനും ഏത് ബ്രഹ്മാവും ഏത് വിഷ്ണുവും ഈ ശ്രീവാസുദേവന്റെ സൃഷ്ടിസ്ഥിതി സംഹാരാദി ലീലകളിൽ പെട്ടതാണ് എന്നത് ഞാൻ ഈ 7 ദിവസം കൊണ്ട് ഹേ പരീക്ഷിത്തെ കഥിതം താത യഥാ പൃഷ്ടവാൻ. ആത്മചൈതന്യത്തെക്കുറിച്ച് അങ്ങ് ചോദിച്ച പോലെ ഞാൻ പറഞ്ഞുല്ലോ. വിശ്വാത്മാവായ ഭഗവാന്റെ ചേഷ്ടകള് ലീലകള് അതിനെയും വേണമെങ്കിൽ ഇനിയും കേൾക്കാം. ഭാഗവത്ത് പറയുന്നുണ്ട്, അന്തകൻ നേരിട്ട് വന്നാലും ഇരുമ്പലക്കും കയറുമൊക്കെ അവിടെ വെച്ച് ഭാഗവതം നടക്കുക അല്ലേ. അയാളുടെ ഡ്യൂട്ടി പോലും മറന്ന് ഭാഗവതം വായിക്കാനെടുത്ത് കേട്ടുകൊണ്ട് അവിടെ ഇരിക്കും അന്തകൻ. ഭാഗവത്തിൽ പറയുന്നുണ്ട്, ശൗനകാദികള് അന്തകനെ വിളിച്ചു വരുത്തി ഞങ്ങൾ ഇവിടെ ഇരുത്താം. അപ്പൊ എന്തായി? അയാളുടെ ലോകത്ത് ഡ്യൂട്ടി നടക്കില്ല. അയാളുടെ വാച്ചിന്റെ ക്ലോക്കിന്റെ സൂചി അവിടെ പിടിച്ചു നിർത്തും. അപ്പൊ നമുക്ക് വാച്ചും ക്ലോക്കും നോക്കിയിട്ടാണല്ലോ നമ്മൾ സമയം നിർണയിക്കുന്നത്. അവിടെ കാലദേശാവധിഭ്യാം നിർമുക്തം. കാലൻ ഇവിടെ വന്ന് വായനയൊക്കെയായിരുന്ന പിന്നെ എവിടെയാ കാലം? അതാണ്. അപ്പൊ കാലം നീങ്ങാതെ കണ്ടാക്കാം. 5 വയസ്സുകാരൻ ധ്രുവൻ തപസ് ചെയ്തപ്പോ സംഭവിച്ചില്ലേ അത്? അതേപോലെ ഗോപസ്ത്രീകളോടുകൂടെ ഭഗവാൻ നൃത്തം ചെയ്തപ്പോ അത് സംഭവിച്ചു എന്നാ പറഞ്ഞത്. ബ്രഹ്മരാത്ര ഉപാവൃത്തേ വാസുദേവാനുമോദിതാഹ. ഒരു ബ്രഹ്മരാത്രം എന്ന് പറഞ്ഞാൽ 1000 ചതുരയുഗല്ലേ. 14 മന്വന്തരമുള്ള 1000 ചതുരയുഗം ഒരു ബ്രഹ്മരാത്രമാണ്. അത്രയും കാലം ഗോപസ്ത്രീകളോടുകൂടി നൃത്തം വെച്ചിട്ട് ആരും അറിഞ്ഞില്ല. ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി സ്വരൂപിണി കാലത്തിന്റെ ക്ലോക്കിന്റെ സൂചി അവിടെ പിടിച്ചു നിർത്തി. ഭഗവാന്റെ സുദർശന ചക്രം അവിടെ തൽക്കാലം താഴെ വെച്ചു, ഇളകരുതെന്നും പറഞ്ഞ് ഓടക്കോളിൽ അങ്ങോട്ട് എടുത്തു. അത് തന്നെ കാലചക്രം താഴെ വെച്ച് ഓടക്കോളിൽ എടുത്തപ്പോൾ ബ്രഹ്മശങ്കര മുഖാനപീഹ പശുഭാംഗനാസു ബഹുമാനയൻ
ബ്രഹ്മശങ്കരാദികള് ഗോപികളെ വന്ദിക്കല് തേവാരം തുടങ്ങിയെന്നല്ലാണ്ട് കാലം അവിടെ ഇളകിയില്ല. പട്ടൊരുപാട് പറയണില്ലേ, കാലത്തെ സ്തംഭിപ്പിച്ചു നിർത്തി, ജ്യോതിർഗോളങ്ങളെ സ്തംഭിപ്പിച്ചു നിർത്തി, നക്ഷത്രാദികളെ സ്തംഭിപ്പിച്ചു നിർത്തി. ധ്രുവം മാത്രമേ ഇളകാണ്ടുണ്ടായിരുന്നുള്ളൂ അതിനു മുമ്പ്. ഇപ്പൊ എല്ലാവരും ഇളകാതായി. ജ്യോതിഷാമപി കദംബകം ദിവി വിളംബിതം കിമപരം ബ്രഹ്മേ. എന്താ അതിന് കാരണം? വേണുനാഥകൃതതാനദാന രാഗഗതി യോജന ലോഭനീയ കൃതപാദപാദയുഗതാളമേളന മനോഹരം ഹരേർ വിശ്വാത്മന ചേഷ്ടാം. ഭഗവാൻ വിശ്വാത്മാവായിന്ന് ലീലകളാടുമ്പോ ഏത് കാലത്തിനാ ധൈര്യം? സമയമായി, നിർത്താറായി എന്ന് പറയാൻ ഉണ്ടെങ്കിൽ വരട്ടെ. അയ്യോ, ജ്യോതിഷാമപി കദംബകം ദിവി വിളംബിതം എന്നിരിക്കെ ആ കാലൻ മിണ്ടാണ്ടിരിക്കുമ്പോ ഈ പരീക്ഷത്തിനെ കടിക്കാൻ വന്ന തക്ഷകന് വായ പൊളിക്കാൻ പറ്റുമോ? നദ്രക്ഷസി ശരീരം ച നത്വാം ഭക്ഷതി തക്ഷക മൃത്യവോ നോപധക്ഷന്തി മൃത്യൂനാം മൃത്യു. ഈശ്വരം മരണത്തിന്റെ മരണം, മരണത്തിന് മരണം സംഭവിക്കുന്നു. കാലം ഇവിടെ കൊഴിഞ്ഞു വീഴുന്നു. നൈമിഷാരണ്യം എന്ന വാക്കിനെന്താ അർത്ഥം? ബ്രഹ്മാവ് കാലചക്രം ഉരുട്ടിക്കൊടുത്തു. ആ കാലചക്രം ഉരുണ്ടു വീണുടഞ്ഞെടുത്ത് ഭാഗവതം ആരംഭിച്ചു എന്നാണ്. ഹരേർ വിശ്വാത്മനശ്ചേഷ്ടാം ജ്യോതിഷാമപി കദംബകം ദിവി വിളംബിതം കാലദേശാവധിഭ്യാം നിർമുക്തം. ഇതെല്ലാം കൂടി കൂട്ടി വായിച്ചു നോക്കുക, അപ്പൊ അറിയാം ഹരേർ വിശ്വാത്മനശ്ചേഷ്ടാം. അപ്പൊ ഭാഗവത സപ്താഹം സമാപിക്കലില്ല. ഒന്നാം സത്രം, രണ്ടാം സത്രത്തിന്റെ തസ്യായം പൂർവരംഗ. ഇപ്പൊ 10ഓ 20ഓ സത്രമായെങ്കിൽ അത് അടുത്ത സത്രങ്ങളുടെ പൂർവരംഗ അല്ലെ. ഭാഗവത സത്രം ഗുരുവായൂരിക്കൊല്ലം നടക്കാൻ പോണ ഭാഗവത സത്രം 30ാമത്തെ ആയിത്രേ. അപ്പൊ 29 പൂർവരംഗം കഴിഞ്ഞു എന്നർത്ഥല്ലേ. മാഹാത്മ്യം വായിച്ചാൽ പിറ്റേന്ന് തിറങ്ങ. അപ്പൊ മാഹാത്മ്യങ്ങൾ എന്നും നടക്കണു. അപ്പൊ എന്നും ഭാഗവതം ആരംഭിക്കണു. അതിന്റെ അർത്ഥം എന്നും ഭാഗവതം തുടർന്നുകൊണ്ടിരിക്കണു, എന്നും ഗംഗാനദി ഒഴുകിക്കൊണ്ടിരിക്കണു. അതിലൊന്ന് നമ്മൾ മുങ്ങിപ്പോയി വന്നു വിചാരിച്ച് ഗംഗാനദി കഴിഞ്ഞു, ഞാൻ കുളിച്ചു വന്നപ്പോൾ അങ്ങനെ പറയാറില്ല. ഞാനതിൽ പോയി കുളിച്ചു വന്നു എന്ന് പറയാം. അതുപോലെ കാലമാകുന്ന പ്രവാഹത്തിൽ ഭഗവാന്റെ കാരുണ്യ ചേഷ്ടകള് ഒഴുകിക്കൊണ്ടിരിക്കെ പരീക്ഷത്തെ നമ്മൾ രണ്ടുപേരും അതിൽ മുങ്ങി. കിം ഭൂയശ്രോതുമിച്ഛസി, ഇനിയും മുങ്ങാം, ഇനിയും മുങ്ങാം, ഇനിയും മുങ്ങാം. ഗായന്ത ആനന്ദ സമുദ്രം അഗ്നാഹ എന്നല്ലാതെ അയ്യോ തക്ഷകം വന്നു, സമയം തീർന്നു, ഇനി നിർത്തുക, ഇനി മരിച്ചു പോവാ, അങ്ങനെ തോന്നുന്നുണ്ടോ? തക്ഷകനല്ല, ഒരു തരം മരണത്തിനും അങ്ങയെ തൊടാൻ സാധിക്കില്ല എന്ന് അങ്ങ് മനസ്സിലാക്കൂ. മരിഷ്യേതി പശുബുദ്ധിം, ഞാൻ മരിക്കുമെന്നുള്ളത് മൃഗങ്ങളുടെ തോന്നലാണ്, അങ്ങയ്ക്കതില്ല. അഭയം തതസ്യാൽ, മരണം വരെയുള്ള ഭയമൊന്നും മനുഷ്യന് പാടില്ല. ന ജാതഃ, കാരണം അങ്ങ് ജനിച്ചിട്ടില്ല. ന ഭൂതഃ, പ്രാഗഭൂതഃ അല്ലേ. അതുകൊണ്ട് ദേഹവൽത്വം നക്ഷസി, നശിക്കണത് ഉണ്ടാവുക, നിലനിൽക്കുക, വളരുക, മാറ്റം വരിക എന്നുള്ളത് ശരീരത്തിൻ്റെയാണ്. അതുകൊണ്ട് അങ്ങ് എന്ന് പറയുന്ന ശരീരത്തിന്റെ ഉടമയായിട്ട് ഉള്ളിലിരിക്കുന്ന ചൈതന്യത്തിന് മാറ്റമില്ല. ന ഭവിഷ്യസി, അങ്ങക്ക് ഇനി വീണ്ടും ജനിക്കേണ്ട ചുമതലയില്ല. ഭൂത്വാത്വം പുത്രപൗത്രാദി രൂപവാൻ, അങ്ങയുടെ ജനമേജയന് മഹാഭാവം വരുന്നു പറഞ്ഞപ്പോൾ ഇളകാത്ത അങ്ങക്ക് ഇനി പുത്രപൗത്രാദി രൂപത്തിൽ വരേണ്ടതില്ല. അതൊക്കെ ബീജാങ്കുരവൽ, അതൊക്കെ മരങ്ങളുടെ ധർമ്മം, മറ്റുള്ള ജീവജാലങ്ങളുടെ ധർമ്മം. മനുഷ്യന്, വിവേകബുദ്ധിയുള്ള മനുഷ്യന് സൃഷ്ട്വാ പുരാണി വിവിധാന്യജയ ആത്മശക്ത്യാ വൃക്ഷാൻ സരീസൃപ പശൂൻ കഗദംശമത്സ്യാൻ തൈസ്തൈരതുഷ്ടഹൃദയ പുരുഷം വിധായ ബ്രഹ്മാവലോകധിഷണം. ബ്രഹ്മാവലോകധിഷണാവൈഭവമുള്ള മനുഷ്യന്, വാസുദേവ അനുചിന്തയോടുകൂടിയ അനുമാനഗർഭിണിയായ ബുദ്ധിയുള്ള മനുഷ്യന് മരണമില്ല. കാരണം അവൻ ജനിച്ചിട്ടില്ല, ജനിച്ചവനെ മരിക്കുള്ളൂ. അതുകൊണ്ട് നാശമില്ല. പുത്രപൗത്ര പരമ്പരകളെ പോലെ മാറി മാറി വരേണ്ടതില്ല, ബീജാങ്കുരങ്ങൾ കൊടുക്കേണ്ടതില്ല. അതൊക്കെ ദേഹധർമ്മങ്ങള്. അസ്യ ബീജം അവസീദതി വൃക്ഷധർമ്മ, ബീജങ്ങൾ സൃഷ്ടിച്ച് മാറി നിൽക്കൽ വൃക്ഷധർമ്മങ്ങളാണ്, മനുഷ്യധർമ്മമല്ല. പിന്നെ ഇങ്ങനെയൊക്കെ തോന്നുന്നുണ്ടല്ലോ ഒന്ന്, അത് സ്വപ്നം കാണുമ്പോൾ അങ്ങനെയാ. സ്വപ്ന യഥാ ശിരച്ഛേദം പഞ്ചത്വാത്യാത്മനസ്വയം, പഞ്ചത്വം സംഭവിച്ചു എന്ന് പറയും. വെള്ളം, ഭൂമി, വായു, ആകാശം, തേജസ്, പഞ്ചഭൂതങ്ങൾ.
ഇവയെ പഞ്ചീകരണം ചെയ്തു എന്നാണ്. അപ്പം പഞ്ചീകരണം ചെയ്തതിന് ശേഷമുള്ള മനുഷ്യ ശരീരമാണ് അത്രേ നമ്മുടെയൊക്കെ. പഞ്ചീകരണം ചെയ്യുന്നതിന് മുമ്പുള്ള സൂക്ഷ്മദേഹം അത് വേറെ ഉണ്ടെന്നാണ് പറയണത്. ശാസ്ത്രീയമായിട്ട് പഠിക്കാത്തവർക്ക് അതൊന്നും പറയാൻ പറ്റില്ല, മനസ്സിലാക്കാനും പറ്റില്ല. അപ്പം പഞ്ചത്വം എന്നുള്ള മരണം പഞ്ചീകരണ പ്രക്രിയയ്ക്ക് ശേഷമുണ്ടായ ഈ സ്ഥൂലദേഹത്തിനേ ഉള്ളൂ. പഞ്ചീകരണ പ്രക്രിയയ്ക്ക് മുമ്പ് ഉള്ള സൂക്ഷ്മദേഹം അവിടെ ഉണ്ടെങ്കിൽ അതിനെങ്ങനെയാ ഈ മരണം സംഭവിക്കുക? ആത്മന സ്വയം പഞ്ചത്വം എന്ന് തോന്നണത് സ്വപ്നേ ശിരച്ഛേദം യഥ. സ്വപ്നത്തിൽ വന്നു നമ്മളെ കൊണ്ടുപോയി ഗില്ലറ്റ് എന്നുള്ള സിനിമ കണ്ടു വന്ന് കിടന്നുറങ്ങുമ്പോൾ തോന്നി എന്ത്, എന്നെ ഗില്ലറ്റിൻ്റെ ഉള്ളിലേക്ക് തള്ളി, എന്നിട്ട് അക്കടിയും വലിയൊരു സാധനം വന്നുകൊണ്ട് വീണു, കഴുത്ത് അങ്ങോട്ട് മുറിഞ്ഞിങ്ങനെ വീണോട്ട് കിടന്ന് പിടക്കണതൊക്കെ ഞാൻ സിനിമയിൽ കണ്ടതാണ് ഇന്നലെ. അപ്പോൾ ഉറക്കം നിലവിളിച്ചു, അയ്യോ എൻ്റെ കഴുത്ത് ഗില്ലറ്റ് വെച്ച് മുറിച്ചേ എന്ന് ഉറക്കം നിലവിളിക്കുന്നുണ്ട്. ഭാര്യ വിളിച്ച് ചോദിക്കണു, അല്ലെങ്കിൽ പിള്ളേർ വിളിച്ച് ചോദിക്കണു, എവിടെ ഗില്ലറ്റോണ്ട് എൻ്റെ കഴുത്ത് മുറിഞ്ഞു, ഞാൻ നല്ല സിനിമയിൽ കണ്ട പോലെ. ഉണർന്നപ്പോഴോ കഴുത്തുമില്ല, മുറിഞ്ഞിട്ടില്ല, ഒന്നും കുഴപ്പമില്ല അല്ലേ. ഞാൻ കിടക്കാൻ വേണ്ടി വെറുതെ ഇരിക്കണം, സിനിമ കണ്ടപ്പോൾ അങ്ങനെ തോന്നിയതാ. സ്വപ്നേയഥാ ശിരച്ഛേദം പഞ്ചത്വാദ്യാത്മന സ്വയം യസ്മാൽ പശ്യതി ദേഹസ്യ. ഉണർന്നു വന്നപ്പോഴാണ് തോന്നണത് ആത്മാഹ്യജ അമര. ആത്മാവിൻ്റെ ഇതിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഭാവം. ആത്മാവിന് ഉറക്കണ്ടോ? ഒന്നുമില്ല. കണ്ണട കാണലുണ്ടോ? കേൾക്കലുണ്ടോ? ഒന്നുമില്ല. അത് അമരനായി വേറിട്ട് നിൽക്കണു. എത്ര ഉദാഹരണം വേണമെങ്കിൽ പറയാമെന്ന് അതിനൊക്കെ ഉദാഹരണങ്ങളാ. ഘടയ ഭിന്നേ യഥാ ആകാശ ആകാശസ്യാത് യഥാപുര. സ്വപ്നത്തിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞു. അതുപോലെയാണ് കുടത്തിൻ്റെ ഉദാഹരണം. കുടം ഉണ്ടാവണതിന് മുമ്പ് ഇവിടെ ആകാശമുണ്ട്. കുടം ഇങ്ങനെ വട്ടത്ത് കറങ്ങി 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 പൊങ്ങി 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 ഇങ്ങനെ വന്നു, അതിന് ആകൃതി കൊടുത്തു. അപ്പം എന്തായി? കുടത്തിൻ്റെ പുറത്തുള്ള ആകാശം ഘടാകാശം, കുടത്തിൽ ആകാശമായി. അത് കഴിഞ്ഞ് കുടം അവിടെ നിർത്ത് മാറ്റി വെച്ചു, ഉണക്കി ചൂളക്കെ വെച്ചു. അതിലൊരു വടി കൊണ്ട് ഒരടി കൊടുത്തു, കുടം പൊട്ടി. അപ്പോൾ കുടത്തിൻ്റെ ആകാശം എവിടെ പോയി? കുടം ഉണ്ടാവുന്നതിന് മുമ്പുള്ള ആകാശം, കുടം ഉണ്ടായതിന് ശേഷമുള്ള ആകാശം, കുടം നശിച്ചതിന് ശേഷമുള്ള ആകാശം എന്ന് 3 തരം ആകാശം. ഇവിടെ ഇങ്ങനെ ഒന്നിവിടെ 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 ഉണ്ടോ? ഇല്ലല്ലോ. ഘടയേ ഭിന്നേ യഥാകാശ ആകാശസ്യാത്യഥാപുര ഏവം ദേഹേ. ഇതുപോലെയാണ് ശരീരത്തിൻ്റെ അവസ്ഥ. ശരീരം ഇന്നലെ ഇല്ല, ഇന്നുണ്ടായി, നാളെ ഇല്ലാണ്ടായി. അതുകൊണ്ട് പരമാത്മ ചൈതന്യത്തിന് എന്ത് സംഭവിക്കണോ? ഒരു ചുക്കും സംഭവിക്കണില്ല. വെള്ളത്തിൽ നമ്മൾ ഒരു പാത്രം കൊണ്ടുവന്ന് താത്തി പിടിച്ചു, ആ പാത്രത്തിൽ വെള്ളം നിറഞ്ഞു, പൊക്കിയെടുത്തു. അപ്പം ആ പാത്രത്തിൽ വെള്ളം ഉണ്ട്, കമത്തി പിടിച്ചു, പാത്രത്തിലെ വെള്ളം തന്നെ പോയി. കുട ഉടച്ചു, അപ്പോഴും വെള്ളം അലിക്ക് തന്നെ വീണു. ഇപ്പോഴോ വെള്ളത്തിന് വല്ലതും സംഭവിച്ചു. അപ്പം ആ കുടം ഉണ്ടാവുക, നിലനിൽക്കുക, ഇല്ലാണ്ടാവുക എന്നല്ലാണ്ട് കുടത്തിലെടുത്ത വെള്ളത്തിനൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പൊ ഇതേപോലെ മനസ്സുകൊണ്ട് ഉണ്ടാക്കി കൽപ്പിച്ച ജാഗ്രത സ്വപ്ന സുഷുപ്തി അവസ്ഥകളുടെ വ്യത്യാസമല്ലാതെ കണ്ട് വേറൊന്നുമില്ലല്ലോ. മനസ്സൃജതയമായ മനസ്സൃതി വൈ ദേഹാൻ മനസ്സൃതി വൈ ഗുണാൻ മനസ്സൃതി കർമാണി. എല്ലാം അങ്ങനെയാണ്. മനസ്സാണ് ഗുണങ്ങളെയും കർമ്മങ്ങളെയും ഒക്കെ ഉണ്ടാക്കുന്നത്. അതിന് മായ എന്ന് പേര് പറയണു. ആ മനസ്സുകൊണ്ട് സങ്കല്പ വികല്പങ്ങളാകുന്ന മായ കൊണ്ട് സംസൃതി സ്യാൽ, ഭാവന ചെയ്തുണ്ടാക്കുക. അപ്പൊ സ്വപ്നം പറഞ്ഞു, കുടത്തിന്റെ ഉദാഹരണം പറഞ്ഞു, മനസ്സിന്റെ ചലനം പറയണു. ഇപ്പൊ നമ്മൾ പറയാറുണ്ടല്ലോ, പുഴവക്കത്ത് ചെന്നു, നല്ല വെള്ളപ്പൊക്കം, വഞ്ചിയാണെങ്കിൽ ഇല്ല, ഇനി എവിടെയെങ്കിലും ഒരു വഞ്ചി കിട്ടി അക്കരെ ചെന്നാലോ എന്ന് ആലോചിച്ചപ്പോഴത്ര അക്കരെ ഒരു കൊടിച്ചിപ്പെട്ടി ആരോ കയറുമിട്ട് കെട്ടി അതിങ്ങനെ നിലോളിക്കുന്നു. ഇവിടുന്ന് ഇങ്ങനെ ഭാവന തുടങ്ങി, കൊടിച്ചിപ്പെട്ടി അതുപോലെ പേപ്പട്ടിട്ടാണാവോ, അതെങ്ങാനും കയറ് പൊട്ടിച്ച്, അല്ല ഇപ്പൊ പുഴയുണ്ട വെള്ളമുണ്ട കുഴപ്പമില്ല, വെള്ളങ്ങാനും വറ്റുകയും ചെയ്തു. പുഴ വറ്റിയും പോയി, തുടലറ്റും പോയി, എങ്കിൽ കടി പറ്റിയില്ലോ എന്ന് വിചാരിച്ച ഉറക്കം വരോളിക്ക് പേപ്പട്ടി കടിച്ചേന്ന്. എവിടെ പേപ്പട്ടി? പുഴയുടെ അക്കരന്ന് കുരയ്ക്കുന്നുണ്ട്. അത് പേപ്പട്ടി ആണെങ്കിലോ അതിന്റെ കയറ് പൊട്ടിയാലോ, പുഴ അങ്ങോട്ട് വറ്റിപ്പോയാലോ, എന്നെ ഇങ്ങോട്ട് വന്ന് കടിച്ചാലോ, അപ്പൊ ഞാൻ പേയിളകി നടക്കില്ലേ? ഔ ഔ ഔ ഔ മനശ്ച സങ്കല്പ വികല്പകം. ഈ മനസ്സിന്റെ സങ്കല്പ വികല്പം ഇത്രയൊക്കെ ഇല്ലേ? അതാണ് തൊടലറ്റും പോയി, പുഴ വറ്റിയും പോയി, ചക്കടി വറ്റിപ്പോയി എന്ന് പറയണ പഴഞ്ചൊല്ലിന്റെ സാങ്കത്യം. തന്മനസൃജതേ മായ തതോ ജീവസ്യ സംസൃതി. ഇതുപോലെ നമ്മൾ സങ്കല്പിച്ചുണ്ടാക്കല്ലേ നമ്മുടെ സംസ്കൃതി മുഴുവനും. വേറൊരു ഉദാഹരണം, സ്നേഹാധിഷ്ഠാനവർത്തി അഗ്നി സംയോഗ. വിളക്കിലെ എണ്ണ, എണ്ണയിൽ തിരി,
തിരിയിട്ട് അതങ്ങനെ കൊളുത്തി. അപ്പോ ദീപസ്യ ദീപത്വം, ആ വിളക്ക് കത്തി എന്ന് പറയും. എല്ലാം കൂടി ചേരുമ്പോഴേ ദീപത്തിന് ദീപത്വം ആവുള്ളൂ. ഇതുപോലെ ദേഹകൃതോ ഭവ രജ സത്വ തമോ വൃത്യാ ജായതേ അഥ വിനശ്യതി. വിളക്കിൽ 1 തിരിയിട്ടു, 2 തിരിയിട്ടു, 3 തിരിയിട്ടു, 5 തിരിയിട്ടു, 7 തിരിയിട്ടു, 11 തിരി, 12 തിരി, 9 തിരി, 16 തിരി. 16 തിരിയിട്ട വിളക്കുകൾ ഇങ്ങനെ വെച്ച് പൂജയൊക്കെ കഴിഞ്ഞു. പൂജ കഴിഞ്ഞാൽ എന്താ മേശാന്തി ചെയ്യുക? പൂജക്കാരൻ ആ തിരികളൊക്കെ പാടെ കൂട്ടി ഇങ്ങോട്ടാക്കും. കൊടിവിളക്കിലേക്ക് ഒന്ന് കൊളുത്തി വെച്ചിട്ട് ഊതി അതങ്ങോട്ട് കെടുത്തും. എന്നിട്ട് പിന്നെ കൊളുത്തി വെച്ച് പ്രസാദമൊക്കെ എടുത്ത് വിതരണം. അപ്പൊ ഇത്രയും തിരികളുണ്ടായിരുന്നൊക്കെ പാടെ എവിടെ പോയി? അത് ഒന്നായി. എന്നിട്ടോ അത് ഊതിക്കെടുത്തുകയും ചെയ്തു. ഇനിയോ നീ വേണമെങ്കിൽ അധികം കത്തിക്കാം. ഇതല്ലേ ഉള്ളൂ. ഏവം ദേഹകൃതോ ഭവ രജസത്വതമോർത്യ. ഇപ്പൊ എത്ര ഉദാഹരണം പറഞ്ഞു? ഉദാഹരണം പറയായല്ല, വാസുദേവാനുചിന്തയാനുമാനബുദ്ഗർഭിണ്യാ ബുദ്ധ്യ. ഇതൊക്കെ ബുദ്ധിയിലേക്ക്, തലച്ചോറിലേക്ക് എത്ര ഉദാഹരണം പറഞ്ഞാലും എത്ര കാലം മുമ്പ് പറഞ്ഞാലും അങ്ങോട്ട് കേറില്ല. നമ്മളെന്താ പറയാ? പറയുമ്പോ ഒക്കെ ശരിയാണ് കേട്ടോ, പിന്നെ ഇവിടുന്നാണ് എണീറ്റ് പോയി ഒക്കെ മറക്കുകയും ചെയ്തു, കഴിഞ്ഞു. അതാ ശീർഷകം പറയണത്. നത്ര ആത്മാ സ്വയം ജ്യോതി യോ വ്യക്താവ്യക്തയോ പര. ഇനി ഒരു ഉദാഹരണം കൂടി, ആകാശ ഇവ. അതടുത്ത ഉദാഹരണം. വിളക്ക് ഉദാഹരണം, ഘടം ഉദാഹരണം, സ്വപ്നം ഉദാഹരണം, ഇങ്ങനെ അനവധി ഉദാഹരണം പറഞ്ഞു. അവസാനമാണ് ആകാശത്തിൻ്റെ ഉദാഹരണം. ആകാശം എന്നൊന്നുണ്ടോ? സ്പേസ്, ഒന്നുമില്ലാത്ത സ്ഥലം. അവിടെ മേഘം വന്നാൽ മേഘാവൃതമായ ആകാശം, മഞ്ഞു വന്നാൽ മഞ്ഞു നിറഞ്ഞ ആകാശം, ആകാശത്തിൻ്റെ ചുവപ്പ് നിറം, ആകാശത്തിൻ്റെ നീല നിറം, ആകാശത്തിൻ്റെ നിറങ്ങൾ മാറി മാറി വരണു. ഇതൊന്നും ആകാശത്തിൻ്റെ ഗുണമല്ല. പക്ഷെ നമ്മളതൊക്കെ ആരോപിക്കുന്നു എന്ന് മാത്രം. അപ്പൊ ഇതൊക്കെ പൃഥ്വി വായുരാകാശം ആപഗ്നി ചന്ദ്രമാ രവി എന്ന് പറയണയിടത്ത് ഇതൊക്കെ അദ്ദേഹം ഗുരുനാഥന്മാരെ എന്നെ പഠിപ്പിക്കുന്നു എന്ന് പറയുന്നുണ്ട് എന്നർത്ഥം. അപ്പൊ അതൊക്കെയാണ് ശ്രീശുകനും ഇവിടെ യോജിപ്പിച്ചത്. ഏവം ആത്മാനം ആത്മസ്ഥം ആത്മനൈവ ആമൃഷ പ്രഭോ. ആത്മസ്ഥം ആത്മാനം ആത്മനാവേവ അനുമാനഗർഭിണ്യാ വാസുദേവ ആനചിന്തയാ ബുദ്ധ്യ ആമൃഷ എന്നാണ്. ആത്മസ്ഥനായ ആത്മചൈതന്യത്തെക്കുറിച്ചുള്ള ബോധം കൊടുത്തു തന്നെ മനസ്സിലാക്കണം. അനുമാനഗർഭിണിയായ വാസുദേവാനുചിന്ത കൊണ്ട്. ഈ വാസുദേവാനുചിന്ത എന്ന് ഇടയ്ക്കിടയ്ക്ക് ശ്രീശുഖം പറയണത്. അതില്ലെങ്കിൽ ഈ ആത്മചൈതന്യം, പരമാത്മചൈതന്യം, ജീവാത്മചൈതന്യം, ഈശ്വരസാക്ഷി, ഭഗവാൻ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എടുത്ത് അതേ കയറില്ല. അതിനാണ് ഈ വാസുദേവൻ, വസുക്കളുടെ ഇന്ദ്രിയങ്ങളുടെ അധിദേവൻ എന്നൊക്കെയാണ് അതിന് അർത്ഥമെങ്കിലും സാത്വതാമ്പതി വാസുദേവ സ്മർത്തവ്യ, സാത്വതാമ്പതി വാസുദേവ കീർത്തിതവ്യ, സാത്വതാമ്പതി വാസുദേവ ശ്രോതവ്യ എന്നാണ് ആദ്യം പറഞ്ഞു തുടങ്ങിയത്. ഭാഗവതത്തിലെ തുടക്കത്തിലെ അധ്യായം മുതൽ അത് അവസാനവും പറഞ്ഞു. അതാണ് ഭാഗവതത്തിൻ്റെ മർമ്മം. ഇപ്പൊ പറഞ്ഞുകൂടോ, ഭാഗവത തത്വസമീക്ഷാ സത്രം എന്നുള്ളതില് ഭാഗവത തത്വമായിട്ട് പറയേണ്ടത് അതാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ വാസുദേവാനുഗർഭിണ്യാ ബുദ്ധ്യ വാസുദേവാനുചിന്തയാ അനുമാനഗർഭിണ്യാ ബുദ്ധ്യ. അതാണ് സത്യം, പരം ധീമഹി, പരമമായ സത്യം. അതാണ് ശ്രീവാസുദേവൻ. അത് മനസ്സിലാക്കിയില്ലല്ലോ ജനങ്ങള് എന്നാണ് ഉദ്ധവന് തോന്നിയത്. അതിനെ അനായാസമാക്കി മനസ്സിലാക്കിയവരാണ് ഗോപികള്. അതുകൊണ്ടാണ് ഗോപികളുടെ പാദത്തിലേക്ക് ശങ്കരാദികൾക്കും ബ്രഹ്മാദികൾക്കും സനകാദികൾക്കും നാരദാദികൾക്കും വന്ദേ നന്ദവ്രജസ്ത്രീണാം പാദവേണമെന്ന് പറയാറായത്. കഴിഞ്ഞു. ശ്രീശുഖന്റെ ഉപദേശം പൂർണ്ണമായി. എന്നിട്ട് പറയാ, ബ്രഹ്മോപദേശം കഴിഞ്ഞിട്ടോ പരീക്ഷത്തെ ചോദിതോ വിപ്രവാക്യേന. ബ്രാഹ്മണൻ പറഞ്ഞ അയാൾ ഇവിടെ വന്നിട്ടുണ്ട്, തക്ഷകൻ അയാളുടെ ഡ്യൂട്ടി ചെയ്തോട്ടെ അല്ലേ? അതോ കിംഭൂയ ശ്രോതമിച്ചത് വരട്ടെ ശ്രീശുഖ ബ്രഹ്മർഷി കുറച്ചു നേരം കൂടി എന്ന് പറഞ്ഞാൽ അയാൾ അവിടെ നിൽക്കും, പറഞ്ഞോളൂ. വേണ്ട, അയാൾ അവിടുത്തെ ഡ്യൂട്ടി ചെയ്തോട്ടെ. ഉറപ്പായില്ലേ? ഉറപ്പ്, തീർച്ച. എന്നാ ഞാൻ പ്രഖ്യാപിക്കട്ടെ. എന്ത്? നത്വാം ധക്ഷതി തക്ഷക. എന്റെ പരീക്ഷത്തിന് ഈ തക്ഷകൻ തൊടില്ല എന്ന് പറഞ്ഞാൽ മരിക്കില്ല എന്നല്ല പറഞ്ഞത്. തക്ഷക ത്വാം ന ധക്ഷ്യസി. ത്വാം, നീ ആരാ? തത്വം അസി. കഴിഞ്ഞു. ആ തത്വമസി ആ വാക്കിലാ ഒതുങ്ങണത്. ത്വാം തക്ഷക ന ധക്ഷ്യസി. എന്തുകൊണ്ട്? ബിക്കോസ് ത്വം തൽ അസി. അങ്ങ് അതായതുകൊണ്ട്
അങ്ങയെ തക്ഷകൻ കടിക്കില്ല. അതിനെ തക്ഷകന് കടിക്കാൻ പറ്റില്ല, അത് പരബ്രഹ്മാണ്. അപ്പൊ പരബ്രഹ്മമായ അങ്ങയെ തക്ഷക നദക്ഷ്യസി, കടിക്കുവോ? പറയൂ. ഒരിക്കലുമില്ല. മൃത്യവോ നോപധക്ഷന്തി, തക്ഷകന്നല്ല. ആ തരത്തിൽ ഏതൊക്കെ തരത്തിലുള്ള മരണങ്ങള് മൃത്യുരൂപത്തിൽ വന്നാലും നദക്ഷ്യതി നോപധക്ഷ്യന്തി, നെവർ 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 നെവർ, ഒരിക്കലും കടിക്കുകയില്ല. ഇന്നലെ കടിച്ചിട്ടില്ല, ഇന്ന് കടിക്കുന്നില്ല, ഇനിയും ഒരിക്കലും തക്ഷകാദി മൃത്യുക്കള്, നാശങ്ങള്, മരണങ്ങള് സംഭവിക്കുകയില്ല. മൃത്യുവിനാം മൃത്യു ഈശ്വരൻ, മൃത്യുക്കളുടെ മൃത്യുവാണ് ഈശ്വരൻ. ഭയമാകുന്ന മൃത്യുവിനെ ഇല്ലാണ്ടാക്കുന്നു, പേടിയാകുന്ന മൃത്യുവിനെ ഇല്ലാതാക്കുന്നു, നാശം, വിപ്ലവം ഇതൊക്കെ ഇല്ലാതെ കണ്ടാക്കുന്നു. അതാണ് ഈശ്വരൻ. അതുകൊണ്ട് ഞാൻ പറയണു പരീക്ഷിത്തെ, അഹം ബ്രഹ്മ പരം ധാമ ബ്രഹ്മാഹം പരമം പദം ചൊല്ലൂ. സ്വാമിജി എല്ലാവരെ കൊണ്ടും ചൊല്ലിച്ചു. അതുപോലെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചൊല്ലാവുന്ന ശ്ലോകമാണ്. ഒരു തവണ പറയാം, എല്ലാവരും ചൊല്ലണം. അഹം ബ്രഹ്മ പരം ധാമ ബ്രഹ്മാഹം പരമം പദം. അഹം ബ്രഹ്മ പരം ധാമ ബ്രഹ്മാഹം പരമം പദം. അഹം ബ്രഹ്മ പരം ധാമ ബ്രഹ്മാഹം പരമം പദം. ഏവം സമീക്ഷൻ ആത്മാനം ആത്മനേവാമൃഷപ്രഭോ. ഇങ്ങനെ അവനവനെ കൊണ്ട് തന്നെ കണ്ടെത്തിക്കഴിഞ്ഞാൽ ദശന്തം തക്ഷകം പാദേ, തക്ഷകം വന്ന് കാലിൽ കടിച്ച് ലേലിഹാനം വിഷാനനൈഹി, അവന്റെ വിഷം ശരീരം മുഴുവനും വ്യാപിച്ചാലും നദ്രക്ഷസി ശരീരഞ്ച വിശ്വഞ്ച പൃഥക്, വേറെ 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 തോന്നില്ല. കാരണം അങ്ങ് ആത്മസ്വരൂപനായ വിശ്വാത്മസ്വരൂപനായ ശ്രീഹരിയായി മാറിക്കഴിഞ്ഞു. ഇനി അങ്ങ് താമസിച്ചിരുന്ന ഈ പഴം വീട്, ഈ പൊട്ടിപ്പൊളിഞ്ഞ പെര ആർക്ക് വേണം? തക്ഷകൻ താമസിക്കാച്ച താമസിച്ചോട്ടെ, അയാളുടെ ചുണ്ടുകൊണ്ട് ഉമ്മ വെച്ചോട്ടെ, അയാൾ കടിച്ചു കീറിക്കോട്ടെ, ഏത് ഈ വീട് അത് അയാൾക്ക് കത്തിക്കാനുള്ളതാണെങ്കിൽ ആയിക്കോട്ടെ, ഇത്രേ ഉള്ളൂ. ബോധ്യപ്പെട്ടില്ലേ എന്നാ ചോദ്യം. ഉവ്. ഏതത്തെ കഥിതം താതാ, പരീക്ഷിത്തെ ഉണ്ണി എന്നാ വിളി. എന്താ വാത്സല്യം ഗുരുനാഥന്റെ! അങ്ങനെ ഒരു ഗുരുനാഥന്റെ വിളി നമുക്ക് കേൾക്കാൻ സാധിച്ചാൽ എത്ര സന്തോഷ. ഇവിടെ നമ്മുടെ ഗുരുനാഥൻ, ഈ ആശ്രമത്തിന്റെ ഗുരുനാഥൻ നമ്മളെയൊക്കെ അതേപോലെ സ്നേഹിച്ചും ശാസിച്ചും വാത്സല്യത്തോടെയാണ് വിളിച്ച് ഉദ്ബോധിപ്പിക്കുന്നത്. അത് നമുക്ക് അനുഭവമാണ്. ഇല്ലെങ്കിൽ ഇങ്ങനെയൊരു രംഗം നമുക്കിവിടെ ഭാവന ചെയ്യാൻ വയ്യായിരുന്നു. അപ്പോ ഗുരുനാഥന്മാരുടെ വാത്സല്യം, ആദ്യം പറഞ്ഞേ കാരുണ്യം, സ്നേഹം, അതാണ് നമ്മുടെ അമൃതഭോജനമായിട്ട് ഇവിടെ കിട്ടുന്നത്. ഇതാ പരീക്ഷിത്ത് ഇത് കേട്ടു. ഏതന്നിശമ്യമുനിനാഭീതം പരീക്ഷിത് വ്യാസാത്മജേന നിഖിലാത്മദൃശാസമേന തൽപാദമൂലമുപസൃത്യ നദേന മൂർധ്ന ബദ്ധാഞ്ജലി തമിതമാഹ സവിഷ്ണുരാധ. പരീക്ഷിത്ത് കൃതാർത്ഥതയോടെ ഗുരുനാഥനാകുന്ന ശ്രീശുകനെ വന്ദിച്ചുകൊണ്ട് പറഞ്ഞു, ഗുരുനാഥ സിദ്ധോസ്മി അനുഗൃഹീതോസ്മി ഭവതാ കരുണാത്മന ശ്രാവിതോയച്ചമേ സാക്ഷാൽ അനാദിനിധനോ ഹരി. അനാദിനിധനായ ശ്രീവാസുദേവനെ, വിശ്വാത്മാവായ ശ്രീവാസുദേവന്റെ ബ്രഹ്മാദികളായും മഹാദേവാദികളായും സൃഷ്ടിസ്ഥിതി സംഹാരാദി ലീലകളെ നടത്തുന്ന ആളുകളായും പല പല ഭാവങ്ങളായുള്ള ലീലകളെ അവിടുന്ന് വർണ്ണിച്ചു. അടിയൻ കേട്ടു. ഈ തക്ഷകാദി മൃത്യുകളിൽ നിന്ന് അടിയന് ഭയമില്ല. പ്രവിഷ്ടോ ബ്രഹ്മനിർവാണം അഭയം ദർശിതം തുയാ അഭയം തതസ്യാൽ തതപരാം ശാന്തി മുപൈതി. സാക്ഷാത്തായ പരമശാന്തി ഞാൻ നേടി. ഉപനിഷത്തിന്റെ ഒക്കെ അടിയിലുണ്ട് ഓം ശാന്തി ഓം ശാന്തി ഓം ശാന്തി ഓം ശാന്തി എന്ന്. അത് വായിച്ചിട്ടുള്ള നമുക്ക് ആർക്കെങ്കിലും ഒരു ശാന്തിയുടെ അംശം ലേശം കിട്ടിയിട്ടുണ്ടോ? കിട്ടിയവരുണ്ടെങ്കിൽ ഭാഗ്യവാന്മാര്. നല്ലാണ്ട് 108 ഉപനിഷത്തും ഞാൻ പഠിച്ചിട്ടുണ്ട്. ഈ ശാഖേന കടക് പ്രശ്നമുണ്ട്, മാണ്ഡൂക്യ തൈത്തിരി ഐതരേന്ദ്ര ശാന്തോക്യം ബൃഹദാരണ്യകം ദശ 10. എന്നിട്ടോ എല്ലാറ്റിന്റെ അടിയിലുണ്ടോ ഓം ശാന്തി. ആയിക്കോട്ടെ, തനിക്ക് ശാന്തി കിട്ടിയോ? അതില്ല. അതാണ് എല്ലാം ഉണ്ട്, നാം മാത്രം ഉണ്ടില്ല എന്ന് പറഞ്ഞതുപോലെ ഉണ്ടായോണ്ട് കാര്യമില്ല. പറയാനാവണം പരീക്ഷത്തിന്റെ പോലെ, ഭഗവൻ തക്ഷകാദിഭ്യോ മൃത്യുഭ്യോ ന ബിഭേമ്യഹം. എന്തെന്നാൽ പ്രവിഷ്ടോ ബ്രഹ്മനിർവാണം അഭയം ദർശിതം ത്വയാ. ശാന്തി, അഭയം അടിയന് കിട്ടി. അടിയൻ അവിടെ എത്തി.
പരീക്ഷത്തിന്റെ ആ ശബ്ദം എല്ലാവരും കേട്ടില്ലേ? ശ്രീശുകൻ നോക്കി, കേട്ടു. ശ്രീശുകനും എവിടെ നിന്നോ വന്നു, എവിടേക്കോ അപ്രത്യക്ഷനായി. നഭപതന്തി ആത്മസമം പദതൃണ തഥാസമം വിഷ്ണുഗതിം വിപശ്ചിത. ശുഖബ്രഹ്മം പറന്നുപോയ ആ രംഗത്തേക്ക് പരീക്ഷത്തിന്റെ പാദം വന്ദിക്കാൻ തക്ഷകൻ പ്രദക്ഷിണം വെച്ച് വന്നു. ബ്രാഹ്മണ രൂപത്തില് ഒന്ന് വീണങ്ങനെ നമസ്കരിച്ചു, പാദത്തിൽ ചുംബിച്ചു. കർപ്പൂരാരതി ദീപാരാധനയായിട്ട് അവിടെ നടന്നു. അപ്പോഴാ ജനമേജയന്റെ വരവ്. ജനമേജയം വന്നപ്പോഴേക്കും അച്ഛന്റെ സംസ്കാരം കഴിഞ്ഞു, ചാരം മാത്രമായി. അവിടെ ദേഷ്യം വരാണ്ടിരിക്കുവോ? എന്നിട്ടാണ് ജനമേജയന്റെ സർപ്പയാഗം. അപ്പോഴാ ശൗനകാദികൾ പറഞ്ഞത്, മതി മതി സൂത, സർപ്പയാകൊന്നും ഈ ബ്രഹ്മോപദേശത്തിന്റെ അന്തരീക്ഷത്തിൽ, പരീക്ഷിത്ത് മുക്തനായ അന്തരീക്ഷത്തിൽ വേണമെന്നില്ല. ഞങ്ങൾക്ക് മാർക്കണ്ഡേയന്റെ കഥ കേട്ടാൽ മതി, പുരാണാചാര്യന്റെ കഥ. മഹാദേവൻ വന്ന് മാർക്കണ്ഡേയന് പുരാണാചാര്യ പദവി അനുഗ്രഹിച്ച കഥകളൊക്കെ നമുക്കിനി കേൾക്കാം. ഇപ്പതാ ഇത്ര സമയം ഒന്നും അറിയാത്ത ബ്രഹ്മോപദേശം എന്ന ഭാഗം ഇവിടെ പറയാൻ നിർബന്ധിതനായി. അതുകൊണ്ട് അതിവിടെ എന്തൊക്കെയോ വായ തോന്നിയത് പറഞ്ഞു എന്നല്ലാതെ ശാസ്ത്രീയ പഠനം, ജ്ഞാനം മുതലായ ഉപനിഷത്ത് മുതലായത് ഇതൊന്നും പഠിച്ചിട്ടില്ലാത്ത ഈയുള്ളവനെ കൊണ്ട് എന്തോ പറയിപ്പിച്ചു. ആ മഹാൽ കാരുണ്യത്തിന് അസ്മൽ ഗുരുപരമ്പരകളൊക്കെ വന്ദിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കണം. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ